afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. കുട്ടികളും കൂടി കേട്ടോ കേട്ടോ. Afternoon. Afternoon. ഓക്കെ, പ്രെയർ ആരാണ്? പ്രെയർ കേൾക്കുന്നില്ലേ? യെസ് മാം, കേൾക്കുന്നുണ്ട്. പ്രെയർ ആരാണ്? ആരാന്ന് വെച്ച് പാടിക്കോളൂ. Prayer ആരുമില്ലെങ്കിൽ ഞാൻ പറയാം. പാടിക്കോളൂ. O God, source of wisdom, knowledge, and understanding, we ask you to bless us and our teachers. Fill us with your wisdom, knowledge, and understanding. Give us good health and protect us from all dangers of body and soul. Help our teachers to understand us and to deal with us gently. Help them to be youngsters and bring out the talent that is within us. Thank you. ഓക്കെ, തോട്ട് ഓഫ് ദ ഡേ. തോട്ട് ഓഫ് ദ ഡേ അറിയില്ല, ആരുമില്ല. പ്രെയർ ഞാനാണ് മാം. പറയാം. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ എങ്ങുമെന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എന്നുടെ കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ, എന്റെ പാദമിടറാതിരിക്കുവാൻ
എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു മാം. ഇന്നലെ കുറച്ച് കുട്ടികളുള്ള ക്ലാസ്സില് എന്നിട്ട് അറിയില്ല. എവിടെ പോയി എല്ലാവരും? ഓക്കെ, തോട്ട് ഓഫ് ദ ഡേ സുറുമയാണ് ഏൽക്കുന്നത്. അവളെ കാണാനില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു. ശരി. Steps for healthy habits. No matter the age, doing little bit of exercise is good for health. By maintaining personal hygiene, we can prevent many diseases. A person needs sleep and a balanced diet to be healthy. It's important to remove smoking, drinking, and drugs from our life. ഓക്കെ, യെസ്, നമ്മുടെ യൂണിറ്റ് 3 ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തത് അല്ലേ? ഇവിടെ വരെ പറഞ്ഞു. സ്ട്രെയിൻഡ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി ഒക്കെ പറഞ്ഞില്ലേ? അതുവരെ പറഞ്ഞു മാം. യെസ്, അറിയാലോ എന്താണ് സ്ട്രെയിൻഡ് ആൻസൈറ്റി എന്ന് പറയുന്നത്? എന്താണ് സ്ട്രെയിൻഡ് ആൻസൈറ്റി? അപരിചിതരെ കാണുമ്പോൾ കുട്ടികളുടെ ആ ഒരു കുട്ടികൾക്ക് മറ്റുള്ളവരെ അറിയാത്തവരെ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു വെപ്രാളം, കരച്ചിൽ, ഇതൊക്കെ. ഓക്കെ, ശരി. സെപ്പറേഷൻ ആൻസൈറ്റി എന്താണ്? സെപ്പറേഷൻ ആൻസൈറ്റി അത് കുട്ടികള് അമ്മമാരിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ അവർക്ക് ഉണ്ടാവുന്ന ഒരു സംഭവം. എന്താ, LKG ചേർത്തുമ്പോഴോ അല്ലെങ്കിൽ കുറച്ച് സമയം വരെ കാണാതിരിക്കുമ്പോഴോ ഉണ്ടാവുന്ന ഒരു ഇതാണ്. Okay, yes. Then children will cry and feel upset when they do not find their mother. Preschoolers continue to rely on their mothers or a caregiver for approval and attention. They exhibit their dependency by sticking to the person and crying when left to someone. This dependency behavior gradually decreases as children grow older. ഇനി നമ്മൾ പറഞ്ഞു സ്ട്രെയിൻഡ് ആൻസൈറ്റി ഉണ്ട്, സെപ്പറേഷൻ ആൻസൈറ്റി ഉണ്ട്. അതായത് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഈ ഒരു ഫീലിങ്സ് തോന്നുന്നത് അവരുടെ അമ്മ അടുത്തില്ലാത്ത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അമ്മ ഇല്ലാത്ത സിറ്റുവേഷൻസിലാണ് കുട്ടികൾക്ക് ആ ഒരു ആൻസൈറ്റി ഫീൽ ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് കുട്ടികൾ പല ഇമോഷൻസും കാണിക്കും അല്ലെ? ചില കുട്ടികള് ഭയന്നിരിക്കും, അല്ലെങ്കിൽ ചില കുഞ്ഞുങ്ങൾ എന്താണ് കരയായിരിക്കും ചെയ്യുന്നത്. അതായത് അമ്മയെ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു, ഇപ്പൊ കണ്ണുകൊണ്ടാണെങ്കിലും എന്താണ് അവരുടെ ഫേസിൽ ഭയങ്കര എക്സ്പ്രഷൻസ് ആയിരിക്കുമല്ലോ, അമ്മ എവിടെയാണെന്നുള്ള ഒരു അന്വേഷണമാണ് അല്ലെ? ഓക്കെ, ചില കുട്ടികൾ എന്താണ് നന്നായിട്ട് കരയും, ചിലവർ ഇങ്ങനെ ഉള്ളില് വിഷമങ്ങൾ അടക്കി പിടിച്ചുകൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങളുണ്ട്. Then preschoolers continue to rely on their mothers or caregiver for approval and attention. ഈ പ്രീസ്കൂളേഴ്സിലെ കുട്ടികളാണെങ്കിൽ എന്താണ് അവര് അറ്റൻഷൻ പിടിച്ചു പറ്റുന്നവരുണ്ട്. അല്ലെങ്കിൽ കെയർ ഗീവേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ ആരെയാണ്? കെയർ ഗീവേഴ്സ്. പ്രത്യേകിച്ച് സ്കൂൾ ഇയേഴ്സിലുള്ള കുട്ടികള് കെയർ ഗീവേഴ്സ്, നമ്മൾ ആയ എന്നൊക്കെ പറയില്ലേ, ആന്റിമാരെ അല്ലെ? യെസ്. അപ്പൊ അവരോട് ഒരു പ്രത്യേക അറ്റൻഷൻ ആണ്. അതായത് അവരെ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അതായത് ചിലപ്പോ അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് കുട്ടികൾക്ക് ഒറ്റപ്പെട്ട എന്നുള്ള ഫീലിംഗ് അവിടെ തോന്നാണ് അല്ലെ? നാനിമാര് അല്ലെ? ആ സമയത്ത് എന്താണ് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി കുട്ടികൾ ചിലപ്പോൾ ഉറക്കക്കരോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്ന കുട്ടികൾ, ചില ആയമാർക്ക് ചില കുട്ടികളോട് പ്രത്യേക ഇഷ്ടമാണ്. കാരണം അവരുടെ അടുത്തുനിന്ന് ഇവർ മാറാറില്ല. അങ്ങനെയുള്ള കുട്ടികളുണ്ട് അല്ലെ? മനസ്സിലായോ നിങ്ങൾക്ക്? അത് അവരോട് അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്താണ് ആ അറ്റൻഷൻ വെച്ചിട്ട്, ആ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവരോട് കുറച്ചും കൂടെ അടുപ്പം, അതായത് അവർക്ക് ഒറ്റക്ക് നിൽക്കാനായിട്ടുള്ളൊരു ടെൻഡൻസി കുറവാണ്. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. കാരണം അത് കുറച്ച് ദിവസം നമ്മൾ അംഗനവാടിയിലാക്കിയ സമയത്ത്, നഴ്സറി സ്കൂളിലാക്കിയ സമയത്തൊക്കെ ആദ്യ സമയങ്ങളിലെ കുട്ടികള് ഈ ഒരു ടൈപ്പ് ഓഫ് ഇമോഷൻസ് ആണ് കൈകാര്യം ചെയ്തിരുന്നത്. പിന്നീടാണ് കുറച്ചുകൂടി കഴിയുന്നതിനനുസരിച്ചിട്ടാണ്, മാസങ്ങളോളം എടുക്കും ചിലപ്പോ, അവരായിട്ടൊരു ബന്ധം അല്ലെങ്കിൽ എപ്പോഴും അടുത്താണ് അവർ എടുത്തുകൊണ്ട് കിടക്കണം. ഭക്ഷണം എടുത്ത് നമ്മൾ വീട്ടിൽ എങ്ങനെയോ ചെയ്തിരുന്നത് അതേപോലെ തന്നെ അമ്മ കൊടുക്കുന്നത് പോലെ തന്നെ അവരിൽ നിന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, അതായത് അമ്മ ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ അങ്ങനെ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതായത് അറ്റൻഷൻ പിടിച്ചു പറ്റുന്ന രീതിയിൽ അവർ പല രീതിയിൽ ചിലപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ മറ്റു കുട്ടികളിൽ നിന്ന് മാറി ഇവരുടെ അടുത്തേക്ക് വന്നിരുന്നിട്ടായിരിക്കും അവർ അറ്റൻഷൻ പിടിച്ചു പറ്റുന്നത്. Exhibit their dependency by sticking to the person and crying when left with someone.
അവരെ എങ്ങനെയാണ് അവരുടെ എക്സിബിറ്റ് ചെയ്യുന്നത്, ആ ഒരു അടുപ്പ് അങ്ങനെ കാണിക്കുന്നത് അവരെ. ചില കുട്ടികൾ എങ്ങനെയായിരിക്കും, കരഞ്ഞുകൊണ്ടായിരിക്കും. ചില കുട്ടികൾ എങ്ങനെയാണ്, ഭയപ്പെട്ടുകൊണ്ടും ഇവരുടെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. നിങ്ങള് നഴ്സറി സ്കൂളിലാക്കിയിട്ടില്ലേ കുട്ടികളെ ആദ്യ സമയത്ത്? ആ സമയത്ത് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ? മിണ്ടാതിരുന്നാ ഞാൻ എങ്ങനെ അറിയാം? ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കോ കുറഞ്ഞുകൊണ്ടിരിക്കോ? കുറഞ്ഞു വരും. Behavior gradually decrease ചെയ്യും അല്ലെ? This dependency behavior gradually decrease as children grow older. Common fears among children are too loud noises, darkness, animals, strange persons, places and objects. ഇനി കുട്ടികള് നമ്മൾ പറഞ്ഞു ഇത് വലുതാവുന്നതിനനുസരിച്ച് ഈ ഒരു ടെൻഡൻസി ഒക്കെ മാറുവരും. പക്ഷെ നമ്മളെ കുട്ടികൾ കോമൺ ആയിട്ട് കുറച്ച് ഫിയേഴ്സ് ഉണ്ട്. കോമൺ ഫിയർ എന്ന് പറയുന്നത് എന്താണ്? സാധാരണയായിട്ടുള്ള പേടികൾ അല്ലെ, ഭയമുണ്ട്. എന്തിനോടൊക്കെയാണ്? ചില കുട്ടികള് ലൗഡ് നോയ്സസ് കേട്ടാല്, ലൗഡ് നോയ്സസ് ഭയങ്കര ശബ്ദങ്ങൾ, അതായത് ഇപ്പൊ നമ്മള് അനൗൺസ്മെന്റ് ഒക്കെ പോകില്ലേ, അനൗൺസ്മെന്റ് പോകുന്ന വീട്ടിൽ ഇപ്പൊ TV ആണെന്ന് കുറച്ച് ഓളയും കൂട്ടി വെച്ചാൽ പോലും പേടിക്കുന്ന കുട്ടികളുണ്ട്. അതിന് ശബ്ദം കേട്ടാൽ, അല്ലെങ്കിൽ ഹോം തിയേറ്റേഴ്സ് വെച്ച് പേടിക്കുന്ന കുട്ടികളുണ്ട്. തിയേറ്ററിനകത്ത് പ്രവേശിക്കുമ്പോൾ കരയുന്ന കുട്ടികളുണ്ട്. ഓക്കെ, യെസ്. ലൗഡ് നോയ്സസ് കേൾക്കുന്ന അതൊരു കോമൺ ആയിട്ടുള്ള ഒരു പേടിയാണ്. അങ്ങനെയുള്ള പല കാറ്റഗറി കുട്ടികളുണ്ട് കേട്ടോ. പിന്നെ ഡാർക്ക്നെസ് പേടി ഉണ്ടാവും. ഡാർക്ക്നെസ് ഇരുട്ട് പേടിയുള്ള കുട്ടികളാണ് ഇല്ലേ? ഇരുട്ട് പേടി ഉണ്ടാവില്ലേ? ഇരുട്ട് പേടിക്കുക. അങ്ങനെയാണ് ഇരുട്ട് പേടി വരുന്നത്. അതും ഈ തിയേറ്ററായിട്ട് ബന്ധമുണ്ട് കേട്ടോ. കാരണം തിയേറ്ററിനകത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും കാണാൻ പറ്റും. നമുക്കാണെങ്കിൽ അകത്തേക്ക് പ്രവേശിക്കുന്ന അതേ ആൻസൈറ്റി ഉണ്ട്, ആ ഒരു പേടി ഇരുട്ട് കാണുന്ന സമയത്ത്. അതേപോലെ തന്നെ പെട്ടെന്ന് കറണ്ട് പോകുമ്പോൾ ചില കുട്ടികൾ എന്താണ്, അവരൊക്കെ കരയാറുണ്ട് അല്ലെ? കറണ്ട് പോകുന്ന സമയത്ത്. 7 വയസ്സായ കുട്ടികളുണ്ട്. നമ്മുടെ ക്ലാസ്സിലാണോ ശബ്ദം? ഓക്കെ. ദെൻ ആനിമൽസിന് പേടിയുള്ള കുട്ടികളാണ്. ആനിമൽസ് ഇപ്പൊ പട്ടീനെയും പൂച്ചേനെയൊക്കെ പേടിയുള്ള കുട്ടികളുണ്ട്, അതില്ലാത്ത കുട്ടികളും ഉണ്ട് അല്ലെ? അടുത്തേക്ക് പോയതിന് ശബ്ദം കേട്ടാ അപ്പൊ തന്നെ പേടിക്കുന്ന കുട്ടികളുണ്ട്. ദെൻ സ്ട്രേഞ്ച് പേഴ്സൺസ്, പരിചയമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ ഉള്ള ഭയം. പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ്, ചില പ്ലേസും ചില ഒബ്ജക്ട്സുകൾ ചില കുട്ടികൾക്ക് പേടിക്കാനുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. കാരണം ചില ആ പ്ലേസിൽ ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇൻ കേസ് എന്തെങ്കിലും തരത്തിലൊരു ബാഡ് ഇൻസിഡൻസ് അവിടെ നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുഞ്ഞു കണ്ടിട്ടുണ്ടാവാം. അങ്ങനെയായിരിക്കും ആ പ്ലേസിനോട് ഒരു എന്താ പറയാ പേടി തോന്നുന്നത്. ചിലപ്പോൾ ആക്സിഡന്റ് സംഭവിച്ച സമയത്തോ അതേ പ്ലേസ് പിന്നെയും കാണുന്ന സമയത്ത് ആ കുട്ടിക്ക് പേടി. അതൊരു മെന്റലി, അത് അൺകോൺഷ്യസ് മൈൻഡിൽ അത് അങ്ങനെയാണ് കിടക്കുന്നുണ്ടാവും. ആ പ്ലേസിന്റെ പിക്ചറും അത് എങ്ങനെയാണ് എവിടെയാണെന്നുള്ളത് അങ്ങനെ തന്നെ മനസ്സിൽ കിടക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെ പേടിക്കുന്നവരുണ്ട്. പിന്നെ ചില ഒബ്ജക്ട്സ് കണ്ടാൽ പേടിക്കുന്നവരുണ്ട്. പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഈ ചാപ്റ്റർ ആണ് യൂണിറ്റ് 3 സോഷ്യൽ ഇമോഷൻ ഡെവലപ്മെന്റ് 45. 45 പറഞ്ഞത്. ഒബ്ജക്ട്സ് എന്ന് പറയുമ്പോ നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിലും ചില കുട്ടികള് അല്ലെ, ഫാൻ വെറുതെ കിടന്ന് നന്ന പേടിക്കും, അല്ലെങ്കിൽ ഒരു പാവനെ കണ്ട പേടിക്കുന്നവരുണ്ട്. ചില പാവകളുടെ രൂപം കാണുമ്പോൾ പേടിക്കാറുണ്ട് അല്ലെ? വളരെ ക്യൂട്ടായിട്ടുള്ള പാവയായിരിക്കും, പക്ഷെ എന്തോ കുട്ടിക്ക് അതിനെ കാണുമ്പോൾ പേടിയാണ്. ഇതേപോലെ തന്നെ എന്റെ ഒരു സുഹൃത്ത്, ആൾക്ക് ചെറിയ കാലഘട്ടത്തിലുള്ള ഒരു ഓർമ്മയുണ്ട്. ആൾക്ക് നമ്മുടെ മഷ്റൂം ഇല്ലേ, കൂൺ കണ്ടിട്ടില്ലേ നിങ്ങളാ? അത് കാണുമ്പോൾ ആൾക്ക് പേടിയാണ്. പക്ഷെ ഞങ്ങൾ അത് മുതലെടുത്തിരുന്നു. കാരണം അവർക്ക് നമുക്കറിയില്ല, നമ്മൾ ആ ഒരു സമയത്ത് കളിക്കുന്നൊക്കെ സമയത്ത് എന്താണ് അത് കാണുമ്പോൾ അവർ പേടിച്ചോടും വെച്ചാൽ വീട്ടിൽ പോയി വാതിലടച്ചിരിക്കും. അപ്പൊ നമുക്കതൊരു ടെൻഡൻസി ഇത് കാണുമ്പോ രശ്മി എന്നാണ് അവളുടെ പേര്, രശ്മിക്ക് പേടിയാണെന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ്, നമുക്ക് ആ സമയത്ത് അത്ര ബോധമില്ലുള്ളൂ. അപ്പൊ പേടിപ്പിക്കാനല്ലേ നമ്മൾ നോക്കുള്ളൂ. അപ്പൊ കൂടെ ഞങ്ങൾ കുറെ പറിച്ചു കൊണ്ടുവന്ന് കിറ്റിലൊക്കെ ആക്കി വെക്കും എവിടെന്നെങ്കിലും ഒക്കെ. അന്ന് കുറച്ചും കൂടി സുലഭമായിട്ട് കിട്ടുന്നല്ലേ. അപ്പൊ ആള് വരുന്ന സമയത്ത് നമ്മൾ ആ സമയത്ത് കാണിക്കില്ല, ആ സമയത്ത് അവളുടെ മേത്തേക്ക് കിട്ടുകഴിഞ്ഞാൽ ആകെ വൈബ്രന്റ് ആയി പേടിച്ച് ഭയങ്കര ശബ്ദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ ചില ഒബ്ജക്ട്സിനോടുള്ള പേടി അതറിയില്ല. കൂണെന്ന് പറഞ്ഞ കൂണ് കണ്ട എന്ത് പേടിയാ തോന്നുന്നത് നമുക്ക്
എന്താ തോന്നുന്നത് ഒന്നും തോന്നില്ല അല്ലേ? പക്ഷെ അവളുടെ ആ ഒരു സമയത്ത് അത് പേടിയായിരുന്നു അവർക്ക്. ഓക്കെ, അതെനിക്ക് ഇപ്പോഴും ഓർമ്മയിൽ. കാരണം ഒരു പ്രാവശ്യമില്ല പലതവണ അത് കണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഓർമ്മ നിലനിൽക്കുന്നത്. ഒരു 1-ാം ക്ലാസ് 2-ാം ക്ലാസ് പഠിക്കുന്ന സമയമാണ് കേട്ടോ. ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. ആള് ഓടി വീണിട്ടുണ്ട് പേടിച്ചിട്ട്. ഞങ്ങൾ പുറകെ ഇതുകൊണ്ട് ഓടിയിട്ട് ആള് ഓടി വീണ് ഭയങ്കര പേടി. പിന്നെയാണ് നമ്മുടെ അമ്മയാണ് പറഞ്ഞത് അതെനിക്ക് കാണിക്കരുത്, കുട്ടിക്ക് നല്ല പേടിയാണ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് നമുക്കത് മനസ്സിലായത് കേട്ടോ. അപ്പൊ ചില ഒബ്ജക്ട്സുകൾ കോമൺ ഫിയർ ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഇതുപോലെ കൂണ്, അതുപോലെ ചില പാവകൾ കണ്ടാൽ അല്ലെങ്കിൽ ചില പെയിന്റിങ്സ് കണ്ടാൽ പേടിയാവും അല്ലെ? ചില പെയിന്റിങ്സ് നോക്കി കഴിഞ്ഞാൽ ചില കുട്ടികൾ പേടിക്കാറുണ്ട്. ചില ചിത്രങ്ങള് അല്ലെങ്കിൽ പേഴ്സൺസ് നമ്മൾ പറഞ്ഞു. ഇവിടെ സ്ട്രേഞ്ച് പേഴ്സൺ എന്ന് പറയുമ്പോ ചില ആൾക്കാരെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഇപ്പൊ നല്ല ഹൈറ്റോ അല്ലെങ്കിൽ തട്ടിയോ അല്ലെങ്കിൽ വലിയ മീശയൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ കണ്ടാൽ മുട്ട കണ്ടൊക്കെ കണ്ടാൽ നമുക്ക് പേടിയോ അല്ലെ? നമുക്കും പേടിയോ? കുട്ടികളാരും പറയണോ? അങ്ങനെയുള്ള ചിലപ്പോ ആള് ഭയങ്കര പാവമായിരിക്കും. ആള് ചില എന്താ പറയാ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യനായിരിക്കും. പക്ഷെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ പേടിയോ? ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് കോമൺ ആയിട്ടുള്ള കുട്ടികളുടെ ഭയങ്ങളിൽ ഉൾപ്പെടുന്ന കാറ്റഗറീസ് ആണ്. കോമൺ ഫിയേഴ്സിൽ എന്തൊക്കെയാണ് വരുന്നത്? ലൗഡ് നോയ്സസ് അല്ലെ, വലിയ ശബ്ദങ്ങള്, ഡാർക്ക്നെസ്, ആനിമൽസിന്റെ പേടിയുള്ള കുട്ടികളുണ്ട്, സ്ട്രേഞ്ച് പേഴ്സണെ കാണുമ്പോൾ പേടിയുണ്ട്, പ്ലേസസ് ആണ് ഒബ്ജക്ട്സ്, ചില സ്ഥലങ്ങളും ചില ഒബ്ജക്ട്സുകളും അല്ലെ, ചില ബസ്സുകളും കാണുമ്പോൾ കുട്ടികൾ പേടിക്കാറുണ്ട്. Children cry at one moment and the next moment they become happy. Common fears മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായി. യെസ്. അപ്പൊ കുട്ടികളുടെ ഒരു നേച്ചറിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നേച്ചർ ഓഫ് ഇമോഷൻ എങ്ങനെയാണ്? ചിൽഡ്രൻ ക്രൈ അറ്റ് വൺ മൊമെന്റ് ആൻഡ് ദ നെക്സ്റ്റ് മൊമെന്റ് ദേ ബിക്കം ഹാപ്പി. നമ്മളിപ്പോ ഫസ്റ്റ് എക്സാമ്പിളിലേക്ക് പറഞ്ഞല്ലേ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ മുന്നിലേക്ക് നമ്മളൊരു ഐസ്ക്രീം നീട്ടിയാല് അപ്പൊ തന്നെ കരച്ചിൽ മാറും അല്ലെ? ഐസ്ക്രീം ഭയങ്കര ഹാപ്പി ആയിട്ട് ഐസ്ക്രീം കഴിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് ഹാ അല്ലെങ്കിൽ ഡി എന്ന് ഉറക്കെ വിളിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് പിണങ്ങിയാലോ ഷൗട്ട് ചെയ്താലോ എന്താണ് അപ്പൊ തന്നെ കരയുകയും ചെയ്യും അല്ലെ? അപ്പൊ അവർക്ക് എന്താണ് ഇമോഷൻസ് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവർക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും അല്ലെ? അവർക്ക് ഒരിക്കലും ഇമോഷൻസ് അവരുടെ പെർമനന്റ് അല്ല, ടെമ്പററി ആണ് അല്ലെ, താൽക്കാലികമാണ്. അപ്പൊ ഒരു മൊമെന്റിൽ സാഡ് ആണെങ്കിൽ ഒരു മൊമെന്റിൽ അവർക്ക് അപ്പൊ തന്നെ ഹാപ്പി ആവാനായിട്ടുള്ള ടെൻഡൻസി. അങ്ങനെയാണ് കുട്ടികളിൽ ഇമോഷൻസ് വരുന്നത്. വളരുന്നതിനനുസരിച്ചിട്ടാണ് ഇമോഷൻസിൽ എന്ത് സംഭവിക്കുന്നത്? ഇമോഷൻസ് സ്റ്റേബിൾ ആയി മാറുന്നത് അല്ലെ, സ്ഥിരത കൈവരിക്കുന്നത് നമ്മളെ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട്. ഓക്കെ, യെസ്. നമ്മളുടെയൊക്കെ എക്സ്പീരിയൻസ് വെച്ച് നമുക്കറിയാലോ, നമ്മള് പണ്ടുണ്ടായിരുന്ന പോലെയാണോ നമ്മളിപ്പോ ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്നത്? ആണോ? അല്ല, നമ്മളിപ്പോ കൈകാര്യം ചെയ്യാൻ പഠിച്ചു അല്ലെ, എക്സ്പീരിയൻസിലൂടെയാണ്. ഓക്കെ, എക്സ്പീരിയൻസ് ചെയ്തെന്താണ്? കരയാതെ പിടിച്ചു നിൽക്കാനും സന്തോഷം വന്ന പൊട്ടിച്ചിരിക്കാനും ദേഷ്യപ്പെടാനൊക്കെ നമ്മള് ഏതൊക്കെ സമയത്ത് എങ്ങനെയൊക്കെ ബിഹേവ് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, their emotions are transient and intense. It is voluntary to children vary in their emotions. This variation depends on the state of their physical health and socio-emotional environment at home. പറയുന്നത് എന്താണ്? Their emotions are transient and intense. എന്താണ് ട്രാൻസിയന്റ് ആൻഡ് ഇന്റൻസ് എന്ന് പറയുന്നത്? അവർ ഇമോഷൻസ് ട്രാൻസിയന്റ് മീൻസ് ക്ഷണികമാണ്. എല്ലാ ഇമോഷൻസിനും അവർ അക്സെപ്റ്റ് ചെയ്യും അല്ലെ? ക്ഷണികം എന്ന് വെച്ചാൽ എന്താണ്? അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഇന്റൻസ് എന്ന് വെച്ചാൽ എന്താണ്? എത്ര തീവ്രതയാണെങ്കിലും എന്താണ്? ഇന്റൻസ് ഫിയർ എന്നൊക്കെ പറയുന്ന അതിതീവ്രമായെന്ന് നമ്മൾ പറയില്ല. അതിതീവ്രമായിട്ടുള്ള എല്ലാ ഇമോഷൻസും ആര് കൈകാര്യം ചെയ്യുന്നുണ്ട്? കുട്ടികൾ കൈകാര്യം ചെയ്യുന്നുണ്ട് അല്ലെ? കരച്ചിൽ വന്നാൽ അതിഗംഭീരമായിട്ട് കരയാനും, സങ്കടം വന്നാൽ അതിഗംഭീരമായിട്ട് കരയാനും കുട്ടികൾക്ക് അറിയാം അല്ലെ? ദേഷ്യം വന്നാൽ എന്താണ്? എക്സ്ട്രീം ദേഷ്യം കാണിക്കാനും കുട്ടികൾക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുട്ടികളിലെ ഇമോഷൻസ് കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ ഇമോഷൻസ് പോകുന്നത് എങ്ങനെയാണ്? ഈ ഒരു ലെവലിലാണ്. പ്രത്യേകിച്ച് തീവ്രമായിട്ടുള്ള ഇമോഷൻസ് ആണ് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്താണ്? ഒരു മൊമെന്റിൽ അപ്പൊ തന്നെ കരയാനോ ഒരു മൊമെന്റിൽ അതേപോലെ തന്നെ ചിരിക്കാനും അവർക്ക് സാധിക്കുന്നുണ്ട്. ഓക്കെ, children vary their emotions. ഇനി ഇവരുടെ ഇമോഷൻസ് എല്ലാം എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും വരുന്നത്? കുട്ടികളുടെ ഇമോഷൻസ്, കുട്ടികളുടെ വൈകാരികമായിട്ടുള്ള ആ ഒരു തലങ്ങളെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്? ചുറ്റുപാടാണ് അല്ലെ? അവരുടെ ഫിസിക്കൽ ആൻഡ് ഹെൽത്ത് കണ്ടീഷനും സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റ്, അതായത് വീട്ടിലുള്ള ചുറ്റുപാടിൽ നിന്നുള്ള കാര്യങ്ങളാണ്. അത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കുട്ടിയുടെയും വികാരങ്ങൾ രൂപപ്പെടുന്നത് അല്ലെ? വളരെ ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് അല്ലെങ്കിൽ എന്താണ്? കുട്ടിക്ക് എന്താണ്? കുട്ടിയും ഹാപ്പി ആയിരിക്കും അല്ലെ? അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉള്ളവരാണെങ്കിൽ കുട്ടികളിൽ അത് എഫക്ട് ചെയ്യും അല്ലെ? കുട്ടികൾക്ക് അത് എഫക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, മനസ്സിലായോ ഇത്രയും പറഞ്ഞ കാര്യങ്ങള്? മനസ്സിലായി.
ഒരു ഓണം ആഘോഷിച്ച് കഴിഞ്ഞപ്പോ അങ്ങോട്ട് മിണ്ടാണ്ടായിപ്പോ എല്ലാവരും. എന്ത് പറ്റി? ഇതില് ഇന്നലത്തെ സദ്യ വൈകുന്നേരത്താണോ? ആ സദ്യ കഴിച്ച ക്ഷീണമായിരിക്കും എല്ലാവർക്കും ഇന്നലെ. ഒരാളും മിണ്ടണില്ല. ഞാൻ വന്നപ്പോ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേരേ ഉള്ളൂ എന്ന്. 25th ഇത്രയും സ്ട്രെങ്ത് കുറഞ്ഞ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ക്ലാസ്സിൽ. ഇത്രയും പേരുണ്ടാവുന്നുണ്ടോ? ചില ദിവസങ്ങളിൽ കുറവായിരിക്കും. ആണോ? ഓക്കെ, ശരി. ഓരോ ടീച്ചേഴ്സിന് ഇഷ്ടപ്പെട്ട് കയറുന്നവരുണ്ട്, ഇഷ്ടമല്ലാണ്ട് കയറുന്നവരുണ്ട് അല്ലെ? അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനൊക്കെ ഡെയിലി എല്ലാ ക്ലാസ്സിനും മിക്കവാറും എല്ലാ കയറാറുണ്ട്. ക്ലാസ്സിലും കയറാറുണ്ട്. ഓക്കെ. വെറുതെ പറഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാവരും ഒരേപോലെ ആണെന്ന് നമുക്ക് അറിയാം. ഇങ്ങനെ പറഞ്ഞാണ് ഞാനും എല്ലാ ദിവസം കയറുന്നുണ്ട് ട്ടോ ക്ലാസ്സില്. എന്താ സുർമി പറഞ്ഞേ? മൈക്ക് ഓഫ് ആണ്. മൈക്ക് ഓഫ് ആണ്. റസ്മിനാക്ക് ഒരു മരണം ഉണ്ടെന്ന് പറഞ്ഞു ഫാമിലിയിൽ. അത് റസ്മിനെ കയറാത്തത്. ഓക്കെ. മിക്കവർക്കും ഒരു തിരക്കുകളായിട്ടാണ് കയറാത്തത്. പക്ഷെ നമ്മള് സ്ഥിരം കയറുമ്പോ കാണുന്നവരുടെ പേര് കണ്ടില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും. അതുകൊണ്ട് ചോദിക്കുന്നതാണ് കേട്ടോ. ഞാൻ നിങ്ങളെ തമ്മിൽ സുറുമി കുറച്ച് കഴിഞ്ഞിട്ടല്ലേ കയറിയത് ക്ലാസ്സില്? നെറ്റ് ഉണ്ടായില്ലായിരുന്നു. അപ്പൊ ഹോട്ട്സ്പോട്ട് ഇത്രയും ഉണ്ടായില്ലായിരുന്നു. എന്നാ പൈക്കിപ്പോയെ. രാജി സന്തോഷ് പുതിയ ആളാണോ പഴയ ആളാണോ? രാജി എന്താ? പുതിയ ആളാണോ? പുതിയ സ്റ്റുഡന്റ് അല്ലല്ലോ? അല്ല 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 അല്ല. ഓക്കെ. ഇനി നമുക്ക് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ്. ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഇമോഷണൽ ഡെവലപ്മെന്റ്. എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ്, എന്തൊക്കെ ഘടകങ്ങളാണ് വൈകാരികമായിട്ടുള്ള വികസനത്തിനെ സ്വാധീനിക്കുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? എന്തൊക്കെയാണ്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്, ഇന്റലിജൻസ്, ഫാമിലി, സോഷ്യൽ അറ്റ്മോസ്ഫിയർ, പിയർ ഗ്രൂപ്പ് ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് നൈബർഹുഡ്. ഒരു കുട്ടിയുടെ ഇമോഷൻ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള വികസനത്തിന് സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ ആദ്യം വരുന്നത് എന്താണ്? ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. എന്താണ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്? ആരോഗ്യവും പിന്നെ നമ്മുടെ ഫിസിക്കലായിട്ടുള്ള ആരോഗ്യവും ശാരീരികമായിട്ടുള്ള വികസനം. ശാരീരികവുമായിട്ടുള്ള വികസനം. അപ്പൊ നല്ല ആരോഗ്യം ഉണ്ടെങ്കിൽ കുട്ടിക്ക് നല്ല ഇമോഷൻ ഉണ്ടാവുള്ളൂ അല്ലെ? നമുക്കറിയാം. നമുക്ക് അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ഹെൽത്തി ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റും, പീസ്ഫുൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. നമുക്ക് എപ്പോഴും അസുഖങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണെങ്കിൽ എന്താണ്? നമ്മൾ വലിയ ആൾക്കാരുടെ കാര്യം, രണ്ടുപേരും കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ അസുഖം നമുക്ക് പീരിയഡ്സിന്റെ ഒക്കെ ടൈം ആയ ഭയങ്കര നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അത് തന്നെയാണ് കുട്ടികൾ. നമുക്കറിയാലോ, കുട്ടികളെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അസുഖം വരുമ്പോഴാണ് അല്ലെ? നമ്മൾ എന്തുകൊണ്ട് സഫർ ചെയ്യുന്നുണ്ട്? അവരുടെ കൂടെ തന്നെ നമ്മളും സഫർ ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പൊ പനി വന്നാൽ തന്നെ നമുക്കറിയാം അല്ലെ, രാത്രി അതായത് ഉറങ്ങാൻ പോലും നമുക്ക് പറ്റില്ല. രാത്രി ഉറക്കം ഒളിച്ചിരുന്ന് നോക്കേണ്ട സിറ്റുവേഷൻസ് ആണ്. പിന്നെ കുട്ടികളായതുകൊണ്ട് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് ഇപ്പൊ നമ്മൾ പനി ഒന്ന് കുറഞ്ഞിട്ട് നമ്മളിപ്പോ ഒന്ന് മരുന്നൊക്കെ കൊടുത്ത് ഉറങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഒരു 2-2.5 മണിക്കൂർ കഴിയുമ്പോൾ പിന്നെ അതിൽ അതിഗംഭീരമായിട്ട് പനിക്കാൻ ആരംഭിക്കും അല്ലെ? പിന്നെ എന്താണ് ആ ഒരു ദിവസം, പിന്നെ കുറച്ച് ദിവസങ്ങൾ ഇവരെ നോക്കിയായി വന്നത് വരെ നമ്മളും അവരോടൊപ്പം ഒന്ന് സഫർ ചെയ്യുന്നുള്ളൂ അല്ലെ? സഫർ ചെയ്യുന്നതല്ല പറയുന്നത്, പക്ഷെ അതൊരു ബുദ്ധിമുട്ടാണ്. അവർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആണ്, ദേഷ്യമാണ്, ഭക്ഷണം കഴിക്കില്ല, മരുന്ന് കഴിക്കില്ല, അല്ലാത്തൊരു ഇമോഷൻസ് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത് അല്ലെ? അപ്പൊ ഫിസിക്കലി ഓക്കെ അല്ലാത്തപ്പോൾ അല്ലെങ്കിൽ ഹെൽത്ത് ഓക്കെ അല്ലാത്തപ്പോൾ എന്താണ്? ഒരിക്കലും ഇമോഷൻ സ്റ്റേബിൾ ആയിരിക്കില്ല. ഒരിക്കലും ഹാപ്പിനെസ്സിലൂടെ പോകാനായിട്ട് അവർക്ക് സാധിക്കില്ല. അപ്പൊ നമുക്ക് നോക്കാം ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് അഫക്ട് ചെയ്യുന്നത്. There is a positive relation between health and emotional development. The children weak in physical structure of suffering from illness are more emotionally upset and unstable than children who are healthy. കണ്ടോ, നമ്മൾ പറഞ്ഞാണ് ശരിയാണ്. എന്താണ് ഹെൽത്ത് ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് തമ്മിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റിലേഷൻ ഉണ്ട്. അതായത് ഹെൽത്ത് ഓക്കെ ആയിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? നമ്മൾ ഇമോഷൻസ് ഓക്കെ ആയിരിക്കുള്ളൂ അല്ലെ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫിസിക്കൽ സ്ട്രക്ചർ ബാഡ് ആവുന്ന സമയത്ത്, അതായത് ഒരു അസുഖം വരുന്ന സമയത്ത്, സഫറിംഗ് ഫ്രം ഇൽനസ് അത് ഉണ്ടാവുന്ന സമയത്ത് എന്താണ്? കുട്ടികൾ ഇമോഷണലി അപ്സെറ്റ് ആവുന്നു അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആവുന്നു. എപ്പോഴാണ്? അസുഖം ഉണ്ടാവുന്ന സമയത്ത് അല്ലെ? അസുഖം ഉണ്ടാവുമ്പോൾ എന്താണ്? അവർക്ക് ഫിസിക്കൽ കണ്ടീഷൻ മോശമാണ് അല്ലെ? അതായത് നമ്മൾ നോർമലി ഇരിക്കുന്നത് പോലെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാ? അസുഖമുണ്ട്. ഇപ്പൊ പെയിൻ ഉണ്ടോ? ഇപ്പൊ
പനിയൊക്കെ ആണെങ്കിൽ എന്താണ് ബോഡി പെയിൻ ഉണ്ടാവും, ചില കുട്ടികൾ വൊമിറ്റ് ചെയ്യുന്നത്, ആ വൊമിറ്റ് ചെയ്തതിന്റെ തളർച്ച ഉണ്ടാവും, പല രീതിയിൽ ബുദ്ധിമുട്ട് നമുക്കറിയാം. നിങ്ങൾക്ക് അറിയാം നിങ്ങളുടെ കുട്ടികൾക്ക് വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഫിസിക്കലി അവർ ഓക്കെ അല്ലെങ്കിൽ എന്താണ് അവർ ഹെൽത്ത് ഓക്കെ അല്ലെങ്കിൽ അവർ ഇമോഷൻസ് ഒന്നും എന്താണ് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവില്ല. അവരെപ്പോഴും ആ ഒരു ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു വികാരമായിരിക്കും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മിക്കവാറും ദേഷ്യമായിരിക്കും അല്ലെ. ദേഷ്യം എപ്പോഴും ഒരു ഇറിറ്റേറ്റഡ് സ്വഭാവമായിരിക്കും. അപ്പൊ ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ ആണ് എന്താണ് ഹെൽത്ത് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ശാരീരികമായിട്ടുള്ള ഒരു വികസനം കുട്ടിയുടെ വൈകാരികമായിട്ടുള്ള വികസനത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ശരിയാണ്. ഇപ്പൊ ഒരു റിസർവ് വിട്ടുപോയി, നമ്മൾ ഏറ്റവും കുട്ടികൾക്ക് വരുന്നതാണ് ജലദോഷം അല്ലെ, കോൾഡ് വരുന്നത്. അതാണ് ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്ക് വന്നാലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് മര്യാദ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല, ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും, അങ്ങനെയൊക്കെ കുട്ടികളെ സഫർ ചെയ്യുന്നുണ്ട്. ആ സമയത്തൊന്നും എന്താണ് ഇമോഷൻ ഭയങ്കര വീക്ക് ആയിരിക്കും. ഓക്കെ, മനസ്സിലായോ ആദ്യത്തെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഡെവലപ്മെന്റ്? യെസ്. നെക്സ്റ്റ് ഇന്റലിജൻസ്. ഇനി ഒരു കുട്ടിയുടെ ഇമോഷനെ എഫക്ട് ചെയ്യുന്ന മറ്റൊരു ഫാക്ടർ ആണ് എന്താ ഇന്റലിജൻസ്. ഇന്റലിജൻസ് എന്താണ്? ഇന്റലിജൻസ് അല്ലേ? Studies have proved that there is less emotional controlling among low intelligent children compared to high intelligent groups, and intelligent persons with his reasoning and thinking powers exercise control over the situations and make proper use of his emotions. ഇന്റലിജൻസ് ഒരു കുട്ടിയുടെ വികാരത്തിനെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട്? ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മളിവിടെ പറയേണ്ടത് ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊരു ഭാഗമുണ്ട്. ഇമോഷണൽ ഇന്റലിജൻസ് അത് നോട്ട് ചെയ്യാം. ഡാനിയൽ ഗോൾമാൻ ആണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്നൊരു തിയറി, ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഡാനിയൽ ഗോൾമാൻ എഴുതി വെക്കുക കേട്ടോ. ഇമോഷണൽ ഇന്റലിജൻസ്, ഇന്റലിജൻസിന്റെ നേരെ എഴുതി വെച്ചാൽ മതി. ഇമോഷണൽ ഇന്റലിജൻസ് കൊണ്ടുവന്നത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ. ഇവിടെ നമ്മൾ അല്ലാതെ രണ്ടുപേരുടെ പേരുകൾ പറയേണ്ടതുണ്ട്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇത് പോപ്പുലറൈസ് ചെയ്തത്, അതായത് ഇമോഷണൽ ഇന്റലിജൻസ് വൈകാരികമായിട്ടുള്ള ബുദ്ധിയുടെ ആ ഒരു കോൺസെപ്റ്റ് പോപ്പുലറൈസ് ചെയ്തത്, പ്രസിദ്ധമാക്കിയതാണ്. ശ്രദ്ധിക്കുക കേട്ടോ. പോപ്പുലറൈസ് ചെയ്തതാണ് ഡാനിയൽ ഗോൾമാൻ. ഇതിനെ കോയിൻ ചെയ്തത്, അതായത് രണ്ട് വ്യക്തികളാണ് ഇതിനെ കോയിൻ ചെയ്തത്. പെസ്റ്റലോസി ആൻഡ് ജോൺ മെയർ എന്ന സൈക്കോളജിസ്റ്റുകളാണ് ഇതിനെ കോയിൻ ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ ഇതിനെ ഒരു പ്രസിദ്ധിയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു തിയറിനെ ഏറ്റവും അതിന്റെ ഉന്നതയിലേക്ക് എത്തിച്ചത് ആരാണ്? ഇമോഷണൽ ഇന്റലിജൻസിന്റെ ഉന്നതയിലേക്ക് എത്തിച്ചത് ഡാനിയൽ ഗോൾമാൻ ആണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിന്റെ പേരാണ് ഇമോഷണൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഡാനിയൽ ഗോൾമാൻ ആണ്. സ്പെല്ലിംഗ് അറിയാത്തവരൊന്ന് എഴുതിയെടുത്തോളൂ. DANIEL ഡാനിയൽ, DANIEL ഡാനിയൽ, ഗോൾമാൻ GOLEMAN, GOLEMAN. മിസ് ഒന്നും കൂടി പറയോ? ഡാനിയൽ ഗോൾമാൻ. പേരാണോ പറയേണ്ടത്? പേര് ഡാനിയൽ, DANIEL ഡാനിയൽ ഗോൾമാൻ. ഇമോഷണൽ ഇന്റലിജൻസിന്റെ പിതാവ് എന്ന് പറയുന്നത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ ആണ്. ശ്രദ്ധിക്കണോട്ടെ, എക്സാമിന്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഓക്കെ, അത് ഈ ഒരു ഭാഗത്ത് നമ്മളത് ഇവിടെ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് എക്സ്ട്രാ പോയിന്റ് ആയിട്ട് പറഞ്ഞു തന്നെ കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കണം, ക്വസ്റ്റ്യൻ ഇടുമ്പോൾ നമ്മളത് ചോദിക്കാറുണ്ട് എക്സാമിന്. ഫാദർ ഓഫ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവും. അതില് ഈ ഒരു ഓപ്ഷൻസ് കറക്റ്റ് ആരുണ്ടാവും? ഡാനിയൽ ഗോൾമാൻ ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ അത്? ഇനി ഇവിടെ പറയുന്നുണ്ട് സ്റ്റഡീസ്, ഒരുപാട് പഠനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഇമോഷൻസ് ഇന്റലിജൻസുമായി ബന്ധപ്പെട്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റഡീസ് ഹാവ് പ്രൂവ്ഡ് ദാറ്റ് there is less emotional control among low intelligent children compared to high intelligent groups. ഇനി പഠനങ്ങളിൽ തെളിയിക്കപ്പെട്ടിരുന്ന ലെസ് ഇമോഷണൽ കൺട്രോൾ എന്ന് പറഞ്ഞ എന്താണ്? ലെസ് ഇമോഷണൽ കൺട്രോള് നമുക്ക് ഇമോഷണൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം.
അതായത് ചില കുട്ടികളില് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ, അതായത് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇങ്ങനെയുള്ള കുട്ടികളാണ് ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള കുട്ടികളെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഹൈ ഇന്റലിജന്റ് ഗ്രൂപ്പ്സിനാണ് എന്തുള്ളത്, ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. അതായത് ഇന്റലിജൻസ് കുറവുള്ളവർക്ക് ഇമോഷൻസിനെ അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതായത് നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ഇവരെ ഹൈ ഇന്റലിജന്റ് ഉള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, അവർക്കാണ് കുറച്ചുകൂടി ഹൈ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ 140 അല്ലെങ്കിൽ അത് ഇന്റലിജൻസ് കാറ്റഗറി ഒക്കെ പഠിപ്പിച്ചു തരാൻ കേട്ടോ. നമ്മൾ IQ എങ്ങനെയാണെന്നൊക്കെ ഇതിൽ വരുന്നുണ്ട്, അതൊക്കെ പഠിപ്പിച്ചു തരാം. ഓരോ ചാപ്റ്റേഴ്സ് വരുമ്പോൾ എത്തും. ഓക്കെ, അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാലേ അധികം ബുദ്ധി കുറവുള്ളവർക്ക് അല്ലെങ്കിൽ ബുദ്ധിയിൽ കുറച്ച് ഇന്റലിജൻസ് കുറവുള്ളവർക്ക് എന്താണ്, നമുക്ക് പല ഇമോഷൻസും നമ്മൾ സാധാരണ ഒരു നോർമൽ പേഴ്സൺസ് കൈകാര്യം ചെയ്തതുപോലെ ചെയ്യാനായിട്ട് സാധിക്കില്ല. എസ്പെഷ്യലി ഇവിടെ പഠനങ്ങളിൽ മാത്രം തെളിയിച്ചിട്ടുള്ള കാര്യമാണ് കേട്ടോ. അപ്പൊ ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള ഗ്രൂപ്പ്സിന് മാത്രമാണ് കുറച്ചും കൂടി ഇമോഷൻസിനെ കൈകാര്യം ചെയ്യാൻ, നിയന്ത്രിക്കാനായിട്ടും കഴിയുന്നതെന്നാണ് പറയുന്നത്. Then an intelligent person with his reasoning and thinking powers exercise control as per the situation and make proper use of this emotion. ഒരു ഇന്റലിജന്റ് ആയിട്ടുള്ള വ്യക്തി, ഇന്റലിജന്റ് ആയ വ്യക്തി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാനായ ഒരു വ്യക്തി അല്ലെ, ഇന്റലിജന്റ്, വെരി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. അദ്ദേഹത്തിന്റെ ചിന്താഗതി, അദ്ദേഹം ഇമോഷൻസിനെ നോക്കിക്കാണും. അതായത് പല രീതിയിൽ റീസണിങ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ തിങ്ക് ചെയ്യാൻ പറ്റും ആൾക്ക്. പല രീതിയിൽ, പല ചിന്തകൾ, പല രീതിയിൽ ചിന്തിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എക്സസൈസ് കൺട്രോൾ ആസ് പെർ ദി സിറ്റുവേഷൻ ആൻഡ് മേക്ക് പ്രോപ്പർ യൂസ് ഓഫ് ദിസ് ഇമോഷൻ. ഏത് സിറ്റുവേഷൻ ആണോ അയാൾ നിൽക്കുന്നത്, ആ സിറ്റുവേഷനെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം, ആ സിറ്റുവേഷൻ ഇപ്പോ ബാഡ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇപ്പൊ ഒരു പ്രോബ്ലം, ഏറ്റവും ക്രിട്ടിക്കൽ സിറ്റുവേഷൻസ് ഒക്കെ പറയൂലേ നമ്മളെ, ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ അല്ലെ, ആ സന്ദർഭങ്ങളിൽ എങ്ങനെ ആ സന്ദർഭത്തിന് മറികടക്കാം എന്നുള്ളൊരു കപ്പാസിറ്റി ആർക്കുണ്ടായിരിക്കും, ഇന്റലിജൻസ് പവർ. യെസ്, എന്തുകൊണ്ടാണ് അദ്ദേഹം വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന, ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് വളരെ പക്വതയോടുകൂടി, അല്ലെങ്കിൽ തന്നെ എന്താണ് ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഏതൊക്കെ സിറ്റുവേഷൻ ആയിക്കോട്ടെ, ആ സിറ്റുവേഷൻസ് തന്റെ ഇമോഷൻസ് ചിലപ്പോൾ പൊട്ടിത്തെറിക്കേണ്ട സിറ്റുവേഷൻസ് ആവാം. ആ പൊട്ടിത്തെറിക്കേണ്ട സിറ്റുവേഷൻസ് ആണെങ്കിൽ കൂടി അതെന്താണ് സമന്വയം പാലിപ്പിച്ചുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട്, തന്റെ സ്വന്തം വികാരങ്ങളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഹൈ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണ് സാധിക്കും. ഓക്കെ, യെസ്, മനസ്സിലായോ? ഇപ്പൊ നമ്മള് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം. വേണ്ട, ഉദാഹരണം പാർട്ടി ബേസ്ഡ് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. വേണ്ട, സോറി കേട്ടാ, വേണ്ട. കാര്യം മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺസിന് അവരുടെ ഇമോഷൻസ്, കാര്യങ്ങൾ, സിറ്റുവേഷൻസ് അനുസരിച്ച് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഒരു ഇമോഷൻ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യുന്ന സ്വാധീനിക്കുന്ന മറ്റൊരു ഫാക്ടർ ആണ് എന്ത്, ഇന്റലിജൻസ് അഥവാ ബുദ്ധി എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? പറയുന്നത് മനസ്സിലാവണില്ലെങ്കിൽ ടീച്ചറെ മനസ്സിലായില്ല എന്നൊന്നും പറയണോ കേട്ടോ. ഞാൻ ഒരു കുട്ടി കിണറ്റിൽ വീണപ്പോ അതിന്റെ ചേച്ചിയായ കുട്ടി കിണറ്റിൽ ഇറങ്ങിയ കൊച്ചിന് രക്ഷപ്പെട്ടില്ലായിരുന്നു, അതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്. അതെ അതെ, കുട്ടിക്ക് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ പറ്റി അല്ലെ, ഇമോഷൻസ് കൊണ്ടാണ് അല്ലെ, ഇമോഷൻ അത് കുട്ടി പതറി നിന്നില്ല. ആ സമയത്ത് എന്ത് ചെയ്തു, എങ്ങനെയെങ്കിലും ആളെ രക്ഷപ്പെടുത്തണം എന്നുള്ള ഒരു ചിന്താഗതി. അപ്പൊ കുട്ടി ചിന്തിച്ചിട്ടുണ്ടാവും, ഞാനിപ്പോ ചാടി കഴിഞ്ഞാൽ എങ്ങനെ ആളെ രക്ഷപ്പെടുത്താം. കുറച്ച് സെക്കൻഡുകൾ കൊണ്ട് പല രീതിയിൽ ചിന്തിച്ചിട്ട് പല കാര്യങ്ങൾ ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ ചിലവർക്ക് പറ്റും. എങ്ങനെയുള്ള ആൾക്കാർക്ക്, ഇന്റലിജന്റ് ആയിട്ടുള്ള പേഴ്സൺസിന് അല്ലെ, അല്ലാത്ത ചിലപ്പോ മണ്ടത്തരം കാണിക്കും. പക്ഷെ നമ്മൾ പറയുമ്പോ ഈ ലോ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരും ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ചിലത് സക്സസ് ആവാറുണ്ട് അല്ലെ. നമ്മൾ അങ്ങനെ ഇത് പഠനങ്ങളിൽ വിധേയമായിരിക്കുന്നതാണ്. പക്ഷെ ചില കാര്യങ്ങൾ അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പൊ ഇന്റലിജൻസ് കുറവുള്ളവർക്കും എന്താണ് ഇമോഷൻസ് ചില സമയങ്ങളിൽ, ചില സിറ്റുവേഷൻസ്, അതൊക്കെ വളരെ റിയർ ആയിട്ട് വരുന്നതാണ്, അങ്ങനെയും ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറയുമ്പോൾ രണ്ട് വശങ്ങളും പഠിക്കണം. എല്ലാവരും ഒരേപോലെ എന്ന് പറഞ്ഞു പറഞ്ഞാൽ എന്താണ് ശരിയാവില്ല. ഇങ്ങനെയുമുള്ള ആൾക്കാരുണ്ടെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇന്റലിജന്റ് ഉള്ളവർക്ക് മാത്രമല്ല സിറ്റുവേഷൻസിൽ മറികടക്കുന്നത്, അവർക്ക് കുറച്ചുകൂടി എന്താണ് കുറച്ചുകൂടി എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവർക്ക് എഫിഷ്യന്റ് ആയിരിക്കില്ല എങ്കിലും എന്താണ് ചില സിറ്റുവേഷൻസ് എന്താണ് ഇമോഷൻസിനെ ഒന്ന് സ്റ്റേബിൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മാം ഒരു ഡൗട്ട് ഉണ്ട്, ഇത് ചൈൽഡിന് മാത്രമല്ലല്ലോ പറയുന്നത്, അഡൽട്ടിലും ഇങ്ങനെയല്ലേ? എന്തോ ഇത് അഡൽട്ടിലും ഇങ്ങനെ ആയിരിക്കും? അതെ 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 അതെ. അപ്പോ നമ്മളുടെ ഇമോഷൻസിനെ കൈകാര്യം ചെയ്ത് അല്ലെങ്കിൽ സ്വാധീനിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് എന്ത്, ബുദ്ധി എന്ന് പറയുന്നത് അല്ലെ. നമുക്ക് കുറച്ചും കൂടി ഇപ്പൊ കോമൺ സെൻസ് റിലേറ്റ് ചെയ്ത് പറയാൻ നോക്കുകയാണെങ്കിൽ അല്ലെ,
നമ്മ ചില സന്ദർഭങ്ങളില് ഇപ്പൊ നമ്മൾ പൊട്ടിത്തെറിക്കുന്ന സന്ദർഭമായിരിക്കും അല്ലെ, ഇപ്പൊ ഇമോഷൻസ് കാണിക്കുന്ന സന്ദർഭം, പക്ഷെ നമ്മളൊന്ന് ചിന്തിക്കും അല്ലെ, വേണ്ട ഞാനിങ്ങനെ പറയാൻ നിന്ന് വേറെ അപ്പുറത്ത് നിന്ന് വേറെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞേ, അയാളെ പോലെ തന്നെ നമ്മൾ പ്രതികരിക്കേണ്ടി വേണ്ട എന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ലേ? മിണ്ടാതിരിക്കുന്നതായിരിക്കും അഭികാമ്യം. ചില സന്ദർഭങ്ങളിൽ നിന്ന് നമ്മൾ അങ്ങനെ മാറാറുണ്ട്. അതൊക്കെ ഇന്റലിജന്റ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതാണ് അല്ലെ. പക്ഷെ നമ്മുടെ ചിലപ്പോ നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവാനുള്ള സാധ്യത ഉണ്ട്. നമ്മൾ മുൻകൂട്ടി കാണും, അപ്പൊ എന്താണ് മിണ്ടാതിരിക്കും. ചിലപ്പോ കുറച്ച് സമയം കഴിയുമ്പോ മാറും. പക്ഷെ ഇതേപോലെ തന്നെ എന്താണ്, നമ്മൾ ഇന്റലിജന്റ് ആയിട്ട് അങ്ങനെ വിചാരിക്കാറുണ്ട്. ഞാനിതിവിടെ പറയണം, ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ പ്രശ്നം ഇവിടെ തീരുള്ളൂ, അങ്ങനെ ചിന്തിക്കും അല്ലെ നമ്മള്. ദെൻ നമ്മളത് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ പ്രശ്നം സോൾവ് ആവുന്നത്. ഓക്കെ, അങ്ങനെയും സംഭവിക്കാറുണ്ട് അല്ലെ. ഓക്കെ, മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് അടുത്ത ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇമോഷണൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റൊരു ഫാക്ടറാണ് എന്ത്? ഫാമിലി അല്ലെ. ബേസിക് ഫാക്ടർ ആണ് അല്ലെ ഫാമിലി. നമ്മുടെ വീട്ടിൽ നിന്നുള്ള വീട്ടുകാരുടെ സ്വഭാവം അനുസരിച്ചിരിക്കും നമ്മുടെ ഇമോഷൻസ് അല്ലെ. ശരിയല്ലേ? പിന്നെ അതേപോലെ തന്നെ തിരിച്ചു നമ്മുടെ സ്വഭാവം അനുസരിച്ചിരിക്കും നമ്മളോട് തിരിച്ച് അവര് പെരുമാറുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. യെസ്. ഇപ്പൊ ഇതെങ്ങനെയാണ് ഇവിടെ വികാരങ്ങള് ഫാമിലിയിലാണ് നമ്മുടെ വികാരങ്ങളുടെ ഒരു കലവറ തന്നെ ഒരുക്കി വെച്ചിരിക്കുന്നത് അല്ലെ. പുറത്തൊന്നും ഇത് കാണിക്കാൻ പറ്റില്ല, പക്ഷെ വീട്ടില് കാണിക്കും. വീട്ടില് നിങ്ങളിപ്പോ ക്ലാസ്സിൽ ഇത്ര ഡീസന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണോ നിങ്ങൾ വീട്ടില്? ആണോ? ഭയങ്കരമായിട്ട് ചൂടാവാറില്ലേ? ഭയങ്കരമായിട്ട് ചൂടാവാറുണ്ട്. സങ്കടം വന്നാൽ അത് ഗംഭീരമായിട്ട് പൊട്ടിത്തെറിക്കാന്ന് പറയാൻ നിങ്ങൾക്ക് അല്ലെ. ദേഷ്യപ്പെട്ടാലും ഒക്കെ വരയില് പിള്ളേരൊക്കെ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഒരു ചില സമയങ്ങളില്, എപ്പോഴും അല്ല കേട്ടോ, ചില സമയങ്ങളില് അത് നമുക്ക് എവിടെ മാത്രം കാണിക്കാൻ പറ്റുള്ളൂ? നമ്മുടെ വീട്ടിൽ മാത്രം കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ചിലവരുടെ ഒരു ഭാഗ്യമുണ്ട് കേട്ടോ, കല്യാണം കഴിഞ്ഞ് വന്ന വീട്ടിലും അതേ സ്വാതന്ത്ര്യത്തോടെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ തിരിച്ച് അവനവന്റെ വീട്ടിലും കാണിക്കുന്നവരുണ്ട്. വരച്ച വരയെന്നൊക്കെ പറയാം അല്ലെ സുറമി. യെസ്. ഇപ്പൊ ഫാമിലി എങ്ങനെയാണെന്ന് നോക്കാം. Children copy the emotional behavior of the parents and elder members of the family. If a good atmosphere exists at home, children develop positive emotion, while family relationship with the conflicts and tension lead to negative emotions. നമ്മളുടെ വീട്ടില് നമ്മുടെ ചുറ്റുപാടുള്ള, ഇപ്പൊ നമ്മുടെ വീട്ടില് ഇപ്പൊ ജോയിന്റ് ഫാമിലി ആയിക്കോട്ടെ, ന്യൂക്ലിയർ ഫാമിലി ആയിക്കോട്ടെ, അവിടെ കുട്ടി നോക്കി കാണുന്നത് നമ്മളെയാണ്. നമ്മളെ കണ്ടിട്ടാണ് കുട്ടികൾ പഠിക്കാറെന്ന് പറയാറില്ലേ. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, നമ്മുടെ വീട്ടില് നമ്മളെ നിങ്ങളെക്കാളും ഏറ്റവും കൂടുതൽ ഒബ്സർവേഷൻ ഉള്ള ആർക്കാണ്? നമ്മുടെ കുട്ടികൾക്കാണ്. നമ്മ പോലും ചിന്തിക്കാത്ത കാര്യങ്ങൾ അവർ കൃത്യമായിട്ട് ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോ കാണിക്കുന്നുണ്ട്, അവരെ പറയുന്നില്ല കേട്ടോ. വ്യക്തമായിട്ട് അവരത് എന്താണ് അബ്സോർബ് ചെയ്യുന്നുണ്ടാവും. നോക്കിയിരുന്നത് അബ്സോർബ് ചെയ്യുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ബാഡ് ഹാബിറ്റ് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ എടുക്കും അല്ലെ. ചില കുട്ടികൾ അങ്ങനെ ഉണ്ട്. നമ്മളിപ്പോ ഒരു വാക്ക് അറിയാതെ പറഞ്ഞു പോയി ദേഷ്യം കയറി കഴിയുമ്പോ ആ വാക്ക് അതേപോലെ തന്നെ പറയും. അത് വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ ചെയ്യുമ്പോഴാണ് പറയുന്നത്. അപ്പൊ പറയും ഇത് അമ്മ പറഞ്ഞതാണ്, എനിക്ക് പറഞ്ഞതാണ്, ഇത് മാറ്റിച്ച് പറഞ്ഞതാണെന്ന് പറയും. അപ്പൊ നമ്മൾ അവിടെ ആരായി? നമ്മളുടെ വായിൽ നിന്നാണ് അത് പോയിരിക്കുന്നത് കേട്ടോ. നമ്മളുടെ വായിൽ നിന്നാണ് ഒരു ബാഡ് വാക്ക് വഴക്കിട്ട സമയത്തോ എപ്പോഴൊക്കെ സംഭവിച്ചു. പക്ഷെ കുട്ടി അത് ക്യാച്ച് ചെയ്ത് വെച്ചു. ഒരു സന്ദർഭം വന്ന് പറഞ്ഞു. അങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടാവാറുണ്ട് അല്ലെ. ഓക്കെ, അപ്പോ കുട്ടികൾ നന്നായിട്ട് ഇമോഷൻസിന് അല്ലെങ്കിൽ കുട്ടികൾ നമ്മുടെ പെരുമാറ്റത്തെ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. നമ്മൾ കാണിക്കുന്ന പ്രത്യേകിച്ച് ഫാമിലി മെമ്പേഴ്സ് അല്ലെ, അവർക്ക് നമ്മൾ കാണിക്കുന്ന എല്ലാ പ്രവൃത്തിയിലും കുട്ടികൾ എന്താണ് പ്രത്യേകിച്ച് അവരുടെ, അല്ലെങ്കിൽ ഇപ്പൊ അച്ഛനും അമ്മയും മാത്രമല്ല, മുത്തശ്ശിയോ ചേട്ടനോ ചേച്ചിയോ ആന്റിയോ അങ്കിളോ ആര് കാണിക്കുന്ന എന്ത് സ്വഭാവങ്ങളും കുട്ടികൾ ഒബ്സർവ് ചെയ്യും. അതിൽ നിന്നും പല കാര്യങ്ങൾ അവരെന്താണ് എടുക്കുകയും ചെയ്യും. ഈറ്റിംഗ് മാനേഴ്സ് ഒക്കെ ഓക്കെ ശരിയാണ്. ഇഫ് ഗുഡ് അറ്റ്മോസ്ഫിയർ എക്സിസ്റ്റ് അറ്റ് ഹോം, വീട്ടിലൊരു നല്ല അന്തരീക്ഷമാണെങ്കിൽ കുട്ടികൾ എന്ത് ഇമോഷൻസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്? പോസിറ്റീവ് ഇമോഷൻസ് ആയിരിക്കും അല്ലെ. വീട്ടിലൊരു നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ എന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻസ് മാത്രമല്ല കുട്ടികൾ ഉണ്ടാവുന്നത്. എപ്പോഴും ഹാപ്പി ആയിരിക്കുള്ളൂ, അല്ലെങ്കിൽ വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിലൊരു ലൈഫ് നയിക്കാനായിട്ട് അവർക്ക് പറ്റും. Then while the family relationship conflicts എന്നുള്ള തർക്കങ്ങൾ, ഇപ്പൊ ഏതെങ്കിലും വീട്ടില് നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉള്ള വീട്ടിലുള്ള കാര്യമാണ് അല്ലെ. ഇനി നെഗറ്റീവ് ഇമോഷൻസ് കൈകാര്യം, നെഗറ്റീവ് റിലേഷൻഷിപ്സ് ആണെങ്കിൽ കോൺഫ്ലിക്ട്സ്, തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉള്ള ഫാമിലിയിൽ വളരുന്ന കുട്ടികളാണെങ്കിലോ എന്തായിരിക്കും ഒരു ഇമോഷൻസ്? നെഗറ്റീവ് ഇമോഷൻസ്. പേടിയാവും സംസാരിക്കുമ്പോഴൊക്കെ. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റായി പോവോ എന്നുള്ള പേടിയും, ചീത്ത പറയുക, അടി കിട്ടുമോ എന്നുള്ളൊരു ടെൻഷനൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, നമ്മള് ചില ഫാമിലി മെമ്പേഴ്സിൽ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഫാമിലീസ് ഉണ്ട്, കണ്ടിട്ടില്ലേ നിങ്ങള്?
ഇപ്പൊ ഹസ്ബൻഡിന്റെ വൈഫിന്റെ എന്തെങ്കിലും അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ നിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ രൂപപ്പെട്ട് ആ വീട്ടിലൊരു സമാധാനം ഇല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ. പല സന്ദർഭങ്ങളുള്ള വീട് അങ്ങനെയുള്ള വീടുകളുണ്ട്, ഇല്ല നമ്മൾ പറയാൻ പറ്റില്ല. അപ്പൊ അത് ആ കുട്ടീനെയാണ് ഏറ്റവും കൂടുതൽ അത് ബാധിക്കുന്നത് അല്ലെ. അവരുടെ തർക്കങ്ങളിലെ കുട്ടിയുടേതായിട്ടുള്ള ഹാപ്പിനെസ് തേടി പോകും. അപ്പൊ ഈ ഫാമിലിയിൽ കൂടുതൽ അടുക്കാതെ പുറമക്കാരോടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അല്ലെങ്കിൽ കുറച്ച് വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഡ്രഗ്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകും. ഇങ്ങനെയുള്ള കുട്ടികളാണ് പിന്നീട് എന്താണ് അവരുടെ ഇമോഷൻസ് ഇങ്ങനെ ഒരിക്കലും ഹാപ്പിനെസ് കിട്ടാതെ പോയാണ് അവർ മറ്റെന്തെങ്കിലേക്ക് എത്തിച്ചേരുന്നത്. പക്ഷെ എല്ലാവരും എത്തിച്ചേരുന്നില്ല കേട്ടോ. ചില കുട്ടികൾ രക്ഷപ്പെടുന്നവരുണ്ട്, ചിലര് ആ ഒരു എന്താ പറയാ അവർക്ക് ചിലപ്പോൾ ഒരു സമയം കഴിയുമ്പോൾ ഇന്റലിജൻസ് കപ്പാസിറ്റി മൂലം വേറിട്ട് ചിന്തിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടും. വീട്ടിൽ ഇത്ര മോശം ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നന്നായിട്ട് പോകുന്ന കുട്ടികളുണ്ട് അല്ലെ. ഇതാ നമുക്ക് പറയാൻ പറ്റില്ല. വിഷമം ഉണ്ടെങ്കിൽ അവരെ ഹാപ്പി ആയിട്ട് പോകുന്ന കുട്ടികളുണ്ട്. പക്ഷെ ചിലവരെന്താണ് വളരെ ക്രൂരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന കുട്ടികളായി മാറാനും സാധ്യത. അത് വീട്ടിൽ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ എന്താണ് അവർ പുറത്തേക്കേ പോകുള്ളൂ അല്ലെ. പുറത്തുള്ള സിറ്റുവേഷൻസിലേക്ക് പുറത്തുള്ള ആൾക്കാരെ അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു രീതിയിലേക്ക് കുട്ടികൾ എത്തിപ്പെടും. അങ്ങനെയാണ് പല റിലേഷൻഷിപ്സിൽ പോണത്, പല അപകടങ്ങളിൽ, പല നമ്മുടെ മോശമായ പ്രവൃത്തിയിലോട്ടൊക്കെ ചിലപ്പോൾ ഡ്രഗ്സ് വരെയുള്ള കാര്യങ്ങളിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നതില് ഫാമിലി ഒരു ഫാക്ടറാണ് ശരിക്കും പറഞ്ഞാൽ. വീട്ടിലുണ്ടാവുന്ന എന്തെങ്കിലും ഒരു ഇമോഷന്റെ ഭാഗമായിട്ടാണ് കുട്ടികള് അങ്ങനെ പോകുന്നത്. ഓക്കെ, യെസ്. The size of the family, the socio-economic status of the family, ordinal position of the child, parental attitude, etc. also affect the emotional development of the child. ഇനി നമ്മൾ ഫാമിലി എന്ന് പറയുമ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി ആണെങ്കിലും ജോയിന്റ് ഫാമിലി ആണെങ്കിലും എന്താണ് ആ സൈസ് ഓഫ് ദ ഫാമിലി കുട്ടിയുടെ ഇമോഷൻസിനെ എഫക്ട് ചെയ്യുന്നത്. ഒരുപാട് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ കുട്ടികള് ഇവിടെ എന്താണ് ഒരു കോപ്പറേഷൻ ഉണ്ടാവില്ല. പരസ്പരം പല ആൾക്കാരെ കാണുന്നു, പല രീതിയിലുള്ള പല ആളുകളുടെ പെരുമാറ്റം അല്ലെങ്കിൽ അവരുടെയൊക്കെ സ്വഭാവങ്ങൾ കുട്ടി കാണണം, ഒബ്സർവ് ചെയ്യണം അല്ലെ. പല ആൾക്കാരും ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ കമ്മ്യൂണിറ്റിയാണ് അവരുടെ ഒരു ജോയിന്റ് ഫാമിലി എന്ന് പറയുന്നത്. അച്ഛനുണ്ട്, മുത്തശ്ശനുണ്ട്, മുത്തശ്ശിയുണ്ട്, അങ്കിൾ, ആന്റി, അവരുടെ മക്കള്, ഓക്കെ, അങ്ങനെ ഒരു വലിയ കൂട്ടം ആൾക്കാരുടെ ഇടയിലാണ് ഇവർ വളരുന്നത്. ഓക്കെ, അപ്പൊ ആ സമയത്ത് അവരിലെ എല്ലാവരിലും പല വികാരങ്ങളുണ്ട്, പല രീതിയിൽ ഇമോഷൻസ് അവിടെ കൈകാര്യം ചെയ്തുകൊണ്ട് അപ്പൊ അതൊക്കെ കുട്ടീനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അതിപ്പോ ന്യൂക്ലിയർ ഫാമിലിയിലാണെങ്കിലും അങ്ങനെ തന്നെ. ഇനി സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി, അതെന്താണ് സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് ദ ഫാമിലി എന്ന് പറയുന്നത്? സാമൂഹിക സാമ്പത്തികമായ സാമൂഹ്യ സാമ്പത്തികമായ ഒരു സ്റ്റാറ്റസ് അല്ലെങ്കിൽ നില അല്ലെ. അപ്പോ നല്ല സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ് ഉള്ളവരാണെങ്കിൽ എന്താണ് അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ് എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് കിട്ടുന്നുണ്ട് അല്ലെ. ഫിനാൻഷ്യലി ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ട്, ഹാപ്പിയാണ് എപ്പോഴും അല്ലെ. അവർക്ക് ഒന്നിനും വലിയ ബുദ്ധിമുട്ടുകൾ വരുന്നില്ല. പക്ഷെ അതേപോലെ തന്നെ ഏറ്റവും ഒരു താഴ്ന്ന നിലയിലുള്ള കുട്ടികൾ, അതായത് ഇക്കണോമിക് സ്റ്റാറ്റസിൽ നിന്നും താഴ്ന്നു നിൽക്കുന്ന ഫാമിലിയിലെ കുട്ടികളാണെങ്കിൽ എന്താണ് അവർക്ക് ആവശ്യത്തിനുള്ള രീതിയിലുള്ള ഇപ്പൊ പഠിക്കാനുള്ളതാണെങ്കിലും പോഷകാഹാരങ്ങളാണെങ്കിലും മറ്റെന്തെങ്കിലാണെങ്കിലും എന്താണ് അവർക്ക് നല്ല രീതിയിൽ അത് കിട്ടുന്നില്ല. അപ്പൊ മറ്റു കുട്ടികളെ നോക്കുമ്പോൾ എന്താണ് അവർക്ക് ആ അന്തരം മനസ്സിലാവും അല്ലെ. എന്റെ വീട്ടിൽ ഇതില്ല, പക്ഷെ അവൻ അതുണ്ട്, എന്റെ കൂട്ടുകാരന് അതുണ്ട്, അല്ലെങ്കിൽ അവനിപ്പോ ചോറ് പാത്രം നോക്കുന്ന സമയത്ത് ഫ്രൈഡ് റൈസ് ഉണ്ട്, ചിക്കൻ 65 ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്, പല സാധനങ്ങൾ. പക്ഷെ എന്റെ ചോറ് പാത്രം തുറക്കുന്ന സമയത്ത് എന്താണ് അല്ലെങ്കിൽ ഒരു മുട്ട വറുത്തത് അല്ലെങ്കിൽ ഒരു ഉപ്പേരി, ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പൊ കുട്ടികളെ നമ്മളത് മനസ്സിലാക്കും അല്ലെ. അപ്പൊ കുട്ടികൾക്ക് എന്താണെന്ന് കാണുന്ന സമയത്ത് നമുക്കാണെങ്കിൽ എനിക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ഈ സിറ്റുവേഷൻസ്. ഒരു വിഷമം തോന്നിട്ട് എന്റെ വീട്ടിലത് ഇല്ലാഞ്ഞിട്ടാണല്ലോ, എന്റെ വീട്ടിൽ ഒരു ചിക്കൻ കറി പോലും ഇല്ലാഞ്ഞിട്ടാണല്ലോ എന്റെ വീട്ടിൽ അച്ചാർ കൊടുത്തു വിട്ടത് എന്ന് വിചാരിക്കില്ല നമ്മള്. ആ സമയത്ത് വിചാരിക്കില്ല. പക്ഷെ നമുക്കതൊരു വിഷമമായിരിക്കും ചോറ് പാത്രം തുറക്കുന്ന സമയത്ത് നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ പാത്രത്തിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, അതൊക്കെ എന്താണ് ഈ സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾ അതിൽ ഇമോഷണലി അവരത് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചിലപ്പോ നെറ്റ് പോകാൻ സാധ്യതയുണ്ട് കേട്ടോ, കറണ്ട് കുറെ നേരം പോകുന്നു. പിന്നെ ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്, എന്താണ് ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ് എന്ന് പറയുന്നത്? ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ് എന്തായിരിക്കും അത്? കുട്ടിയുടെ സാധാരണമായിട്ടുള്ള എന്താണ് ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കുട്ടിയുടെ സാധാരണമായിട്ടുള്ള ഒരു പൊസിഷൻ. എന്ത് പൊസിഷന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്?
നമ്മള് ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി എന്നൊരു കാറ്റഗറി വരാറില്ലേ? വരാറുണ്ടോ? വരാറുണ്ട് അല്ലെ? ആദ്യം ജനിച്ച ആള്, രണ്ടാമത് ജനിച്ച ആള്. നമ്മള് പൊതുവെ കണ്ടുവരുന്നത് ഇളയാളോട് ഒരു കുറച്ചൊരു താല്പര്യം കൂടുതലായിരിക്കും അവർക്ക് അല്ലെ? ഇളയ കുട്ടീനോട് ഒന്നും ഉണ്ടായിട്ടില്ല, അത് കോമൺലി വരുന്ന കാര്യമാണ് അല്ലെ? അവിടെ വേറെ ഒന്നുമില്ല, രണ്ടുപേരും കണ്ണിലെ രണ്ട് കൃഷ്ണമണികൾ തന്നെയാണെങ്കിലും നമുക്ക് ഇളയാളോടൊരു പ്രത്യേകത ഉണ്ടാവും. അല്ലെങ്കിൽ നടുക്കത്തെ ആള്, 3 കുട്ടികളുടെ നടുക്കത്തെ ആളോട് ഉണ്ടാവും. അത് കെയറിങ്ങിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നത്. പക്ഷെ കുട്ടികളോ, കുട്ടികൾ എന്ത് വിചാരിക്കും? അവനെ മാത്രമേ അവനോടാണ് ഇഷ്ടമുള്ളൂ. കൂടുതൽ സ്നേഹം. അതെ, ഇതിപ്പോ കുട്ടികളുടെ ഓപ്പോസിറ്റ് ആയിട്ടാ ചിന്തിക്കുക. കുട്ടി ഓപ്പോസിറ്റ് തന്നെ ചിന്തിക്കുള്ളൂ അല്ലെ? നമ്മൾ എന്തൊക്കെ കാണിച്ചിട്ടും കാര്യമില്ല. ആ സമയത്ത് അതൊരു വല്ലാത്തൊരു ഇമോഷനാണ്. ഇൻ കേസ് നിങ്ങളിപ്പോ പ്രഗ്നൻസി ആവുന്ന സമയത്ത്, രണ്ടാമത് പ്രഗ്നന്റ് ആവുന്ന സമയത്തും ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലെ? ഈ ഒരു ബുദ്ധിമുട്ടുണ്ട്. ആദ്യം അവർക്ക് കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അടുത്തടുത്ത് വരുന്നതിനനുസരിച്ച് ഇങ്ങനെ ചോദിച്ചു തുടങ്ങും. അമ്മ വാവ് വന്ന അമ്മയുടെ അടുത്താണ് കിടക്കുന്നത്, അപ്പൊ ഞാൻ അവിടെ കിടക്കും. അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും അല്ലെ? പിന്നെ എന്റെ ഉടുപ്പനവന് കൊടുത്താൽ മതി എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ ഉടുപ്പ് കൊടുക്കാനായിട്ട് അത്ര ഇഷ്ടമൊന്നും ഉണ്ടാവില്ല ചിലപ്പോ. ഉള്ളിൻ്റെ ഉള്ളിൽ കുട്ടികളല്ലേ, അങ്ങനെ ഒരു വികാരങ്ങൾ എനിക്കുണ്ട് കേട്ടോ. ഒന്നും ഉണ്ടായിട്ടുള്ളതല്ല, അങ്ങനെയാണ്. അതൊരു സ്റ്റേജിൽ അങ്ങനെ തന്നെയാണ് പോകുന്നത്. പക്ഷെ ഒരു പരിധി വരെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് അപകടകരമായിട്ടുള്ള പല കാരണങ്ങളിലേക്ക് എത്തും. മാം, ഞാനൊരു കാര്യം പറഞ്ഞട്ടെ. പറഞ്ഞോ. ഞാൻ ചെറിയ കുട്ടിയാകുമ്പോ ഒരു 4 വയസ്സൊക്കെ ആകുമ്പോ എന്റെ താഴെ കുഞ്ഞുണ്ടായി, എന്റെ അനിയനുണ്ടായി. അപ്പൊ ഞാന് കുറച്ചൊക്കെ, അവനൊരു 3 മാസമൊക്കെ ആയ സമയത്താണെന്ന് തോന്നുന്നു, 3-4 ദിവസം വരെ കണ്ണ് തീരെ തുറക്കാണ്ട് അടച്ചങ്ങനെ നടന്നിട്ടുണ്ട് ഇത്ര. അപ്പൊ അത് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയിട്ടൊന്നും മാറിയിരുന്നില്ല. അപ്പൊ അങ്ങനെ കുറെ ഹോസ്പിറ്റലിൽ, തൃശ്ശൂര് മിഷൻ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. അപ്പൊ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത്, താഴെ പെട്ടെന്ന് കുഞ്ഞുണ്ടായപ്പോ ആ കുഞ്ഞിനോട് കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ്, സ്നേഹം കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു ചിന്ത എന്റെ മനസ്സിൽ വന്നോണ്ടാണ് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായതെന്നാ പറഞ്ഞത്. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോ മാറി. ചിലരിൽ മാറും, അത് ചിലർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മള് നോക്കി അങ്ങനെ വന്ന കുട്ടികളാ ആ സമയത്ത് ഒരു ദേഷ്യമായിരിക്കും. പക്ഷെ ചില അനിയനും ചേട്ടനും തമ്മിലൊക്കെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് അതൊക്കെ മാറും അല്ലെ? ഒരു ഏജ് ആവുന്ന സമയത്ത് അവർ ഭയങ്കര ഈക്വൽ ആയിട്ട് മാറും. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പെൺകുട്ടി ആൺകുട്ടി ഉണ്ടെങ്കില് അവര് ശരിക്കും ആൺപിള്ളേര് ആ പെണ്ണുങ്ങളോടുള്ള സ്നേഹം അറിയാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കല്യാണം കഴിച്ചു കൊടുക്കുന്ന സമയത്താണ് അല്ലെ? ആ സമയത്ത് എങ്ങുമില്ലാത്തൊരു സങ്കടമാണ് ആ ഒരു കുറച്ച് സെക്കൻഡ് ആളെ ഇറങ്ങി പോകുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അല്ലെ? അപ്പോഴാണ് യഥാർത്ഥമായ ഒരു ചേട്ടനെ നമ്മൾ അവിടെ കാണുന്നത്. അതുവരെ ചിലപ്പോ അടിപിടിയായിട്ടായിരിക്കും, പക്ഷെ ആ സമയത്ത് അത് നമ്മൾ കുറെ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ? അതൊരു വല്ലാത്തൊരു ഇമോഷനാണ്. ശരിക്കും ഉള്ളിലെ സ്നേഹം ഉണ്ടായിരിക്കും, എക്സ്പ്രസ് ചെയ്യാനായിട്ടായിരിക്കും ഉള്ളിലെ കുറെ. അപ്പൊ ഇതൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ കേട്ടോ. ഈ ഓർഡിനൽ പൊസിഷൻ എന്ന് പറയുന്നത് ഇപ്പോ ആദ്യത്തെ കുട്ടി, രണ്ടാമത്തെ കുട്ടി, മൂന്നാമത്തെ കുട്ടി. മിഡിൽ ചൈൽഡിനോട് ചിലവർക്ക് ആദ്യത്തെ കുട്ടിനോട് മാത്രമായിരിക്കും, ചിലവർക്ക് അവർക്കായിരിക്കും പ്രിഫറൻസ് കൊടുക്കും. ചിലവര് രണ്ടാമതുണ്ടായ കുട്ടികൾ, 3 കുട്ടികളാണെങ്കിൽ നടുക്കത്തെ ആളോട് പ്രത്യേക വാത്സല്യം. അതിൽ എന്താണ്, ഇളയ കുട്ടീനോട് മാത്രം ഒരു പ്രത്യേക വാത്സല്യം. അങ്ങനെ പാരന്റ്സും കാണിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പാരന്റ്സ് ചിലരങ്ങനെ അത്ര ചിന്തിക്കാത്ത രീതിയിൽ സംസാരിക്കുകയും ചെയ്യും, അറിയാതെ കാണിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയുള്ളത് കുട്ടികളെയാണ് അത് അഫക്ട് ചെയ്യുന്ന ആ ഒരു ഇമോഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അവരുടെ പൊസിഷൻ ശരിക്കും പറഞ്ഞാൽ ഈ ഓർഡിനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പേഴ്സണാലിറ്റിനെ തന്നെ അത് അഫക്ട് ചെയ്യുന്നത്. അതൊരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം തന്നെയാണ്. ഓക്കെ, പിന്നെന്താണ് പാരന്റൽ ആറ്റിറ്റ്യൂഡ് എക്സെട്ര. കുട്ടികളോട് പാരന്റിന്റെ മനോഭാവം, നമ്മുടെ രക്ഷിതാക്കൾക്ക് കുട്ടികളോട് കാണിക്കുന്ന ആ ഒരു മനോഭാവം എങ്ങനെയായിരിക്കണം? പാരന്റൽ ആറ്റിറ്റ്യൂഡ്സ് ഇങ്ങനെയുള്ളതായിരിക്കണം. പറഞ്ഞേ, എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം കുട്ടികളോട് നമ്മൾ കാണിക്കേണ്ടത്? കുട്ടികളും ഒരുപോലെ ശ്രമിക്കണം. 3 പേരും ഒരേപോലെയാണ് അല്ലെ? 3, 4, 5 എത്ര കുട്ടികൾ ഉണ്ടായിക്കോട്ടെ, 5 പേര് നമുക്ക് ഒരേപോലെ തന്നെയാണ് അല്ലെ? അപ്പൊ ആ ഒരു ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം നമ്മൾ കാണിക്കും. കാരണം ഒരിക്കലും അവരെ തെറ്റ് കണ്ട ഒരിക്കലും ചീത്ത പറയണ്ടെന്നല്ല പറയുന്നത് അല്ലെ? സ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രിക്ട് ചെയ്ത് പറയാം. പക്ഷെ നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്യിപ്പിക്കരുത് കുട്ടികളെ. നമ്മൾ ഒരുപാട് ടൈറ്റ് ചെയ്ത് തരുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതൊന്ന് ഫ്രീ ആയിട്ടുണ്ട്. അവരെല്ലാവരും ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺസ് ആണ്. നമ്മളാണ് അവർ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. നമ്മളിങ്ങനെ ബലം പിടിച്ചു വെച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു സമയമാകുമ്പോ എങ്ങനെയാണെങ്കിലും അവര് നമ്മളിൽ നിന്നൊക്കെ വിട്ടുപോകും കേട്ടോ. നമ്മള്
പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളെ കണ്ടിട്ട് ആരും ആഗ്രഹിച്ചു നിൽക്കണ്ട കേട്ടോ. അവരൊരു സമയമാകുമ്പോൾ നമ്മളെയൊക്കെ വിട്ട് അവരുടേതായ ചിന്താഗതിയും അവരുടേതായ കാഴ്ചപ്പാടുകളും ഒക്കെ പോകും. ഓക്കെ, യെസ്, അത് എല്ലാവരും കരുതിയിരിക്കുക. അത് നമ്മൾ ശരിക്കും കറക്റ്റ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒരു സമയം വരെയൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. പക്ഷെ ഒരു സമയം കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ, അവരും ഒരു ഇൻഡിവിജ്വൽസ് ആണ് അല്ലെ, അവർ അവരുടേതായ കാര്യങ്ങളിലേക്ക് പോകും. ആ സമയത്ത് ഇന്ന് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല, അത് സത്യമാണ് കേട്ടോ. അങ്ങനെ ഒരു കാര്യമുണ്ട്. പിന്നീട് ഒരു ഏജ് ആവുന്ന സമയത്ത് നമുക്കത് റിയലൈസ് ചെയ്യാൻ പറ്റും, കുറച്ചുപേർക്ക് അറിയാൻ പറ്റും ഇങ്ങനെയാണ്. ഓക്കെ, യെസ്. പിന്നെന്താണ് ആൽസോ അഫക്ട് ഇമോഷണൽ ഡെവലപ്മെന്റ് ഓഫ് ദി ചൈൽഡ്. ഇത്തരം കാരണങ്ങളെല്ലാം തന്നെ എന്താണ്, ഒരു സൈസ് ഓഫ് ദ ഫാമിലി, സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസ്, ഓർഡിനൽ പൊസിഷൻ ഓഫ് ദ ചൈൽഡ്, പാരന്റൽ ആറ്റിറ്റ്യൂഡ്, ഇത്രയും കാര്യങ്ങൾ എന്താണ് ഒരു കുട്ടിയുടെ ഇമോഷണൽ ഡെവലപ്മെന്റിനെ അഫക്ട് ചെയ്യും. ഓക്കെ, യെസ്. അപ്പൊ മനസ്സിലായോ ഫാമിലി എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ വൈകാരികമായിട്ടുള്ള വികസനത്തിനെ സ്വാധീനിക്കുന്നത് എന്നാണ്. അതെ മാം, മനസ്സിലായി. അതെ, നമ്മുടെ സൈക്കോളജി ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ നോക്കിയാൽ നമ്മുടെ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പോകുന്നത് അല്ലെ. നിങ്ങൾക്ക് അങ്ങനെ എക്സാമ്പിൾ പറഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത് കേട്ടോ. നമ്മുടെ ജീവിതം തന്നെ ഒരു സൈക്കോളജി ആണ് അല്ലെ. മനഃശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ ശാസ്ത്രമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് പോകുന്നത്, ഇമോഷൻ അതിൽ ഏറ്റവും വലിയൊരു ഭാഗമാണ്. മനുഷ്യന്റെ പെരുമാറ്റത്തിൽ അല്ലെങ്കിൽ ബിഹേവിയറിൽ ഏറ്റവും വലിയൊരു കണ്ടന്റ് ആണ് ഇമോഷൻ എന്ന് പറയുന്നത്. യെസ്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ എന്ത് സുഖമാണ് അല്ലെ. ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ ആലോചിച്ച് നോക്കിയേ, ഒരു ടെൻഷനും ഇല്ല. നിങ്ങളൊന്ന് ആ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ടെൻഷൻ ഇല്ല, ഒരു പ്രശ്നമില്ല, എപ്പോഴും ഹാപ്പിനെസ്. അങ്ങനെ ഇരിക്കാൻ പറ്റും എപ്പോഴും മനുഷ്യന്? ഇല്ല മാം, ഫ്ലക്ച്വേറ്റിംഗ് ആയിക്കൊണ്ടിരിക്കും. ഒരു ടൈം ഹാപ്പിനെസ്, അതേ ടൈം പിന്നെ ഒക്കെ മാറി പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളെ ഈ ഇമോഷൻസിൽ ഇപ്പൊ ഹാപ്പിനെസ്സിന് മാത്രമല്ല സമാധാനം ഉള്ളത്. ചില സമയത്ത് നമ്മൾ സങ്കടപ്പെടുമ്പോഴും നമുക്ക് എന്ത് കിട്ടാറുണ്ട്, സമാധാനം കിട്ടാറുണ്ട് അല്ലെ. ചില കാര്യങ്ങൾ കരഞ്ഞു തീർക്കുമ്പോൾ നമ്മൾ അതിൽ നിന്ന് റിലീഫ് ആവാറുണ്ട് അല്ലെ. ഇല്ലേ, നിങ്ങൾ എന്താണ് മനുഷ്യരല്ലേ നിങ്ങള്? അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളിലേക്ക് കുറച്ചുകൂടി ഇറങ്ങി ചെല്ലണം. നമ്മുടെ വികാരങ്ങളും അല്ലെങ്കിൽ നമ്മളൊരു ഒറ്റ വ്യക്തിയാണ്, നമ്മൾക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ നമ്മൾ ആസ് എ പേഴ്സൺ, നമ്മളൊരു വ്യക്തിയാണ്, നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോ കുറെ പേരെങ്ങനെയാണ് ഫാമിലിക്ക് വേണ്ടി ജീവിച്ചു, കുട്ടികൾക്ക് വേണ്ടി ജീവിച്ചു. ഇനി ഇപ്പൊ കുറെ സമയം കഴിഞ്ഞപ്പോഴാണ് കുറെ പേർക്ക് ഇത് പഠിക്കണമെന്ന് തോന്നിയിട്ട് കുറെ പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടാവും ഇല്ലേ. അങ്ങനെ ചെയ്തവരുണ്ടാവും. എനിക്കൊരു എന്തെങ്കിലും ഒരു കരിയറിൽ എത്തിച്ചേരണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവും. അത് തന്നെ ഒരു സമയത്താണ് നമ്മള് തോന്നുന്നത് അല്ലെ. അപ്പൊ കുറെ വൈകിയെന്ന് വിചാരിച്ച പ്രശ്നമൊന്നുമില്ല. ഇനിയെങ്കിലും നമ്മൾക്ക് വേണ്ടി നമ്മളെ സമയം കണ്ടെത്താം അല്ലെ. അതായത് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് ബ്യൂട്ടി പാർലറിൽ പോയി മുടി മുറിക്കണോ, നിങ്ങൾ മുടി മുറിക്കുക. ആരാ വേണ്ടാന്ന് പറയുന്നത്? മുടി കട്ട് നിനക്ക് നല്ല സ്റ്റൈലുള്ള ചുരിദാർ ഇടണോ, അതിനെന്ത് ചെയ്യണം? നമ്മൾ കഷ്ടപ്പെട്ട ഒരു ജോലി വാങ്ങിക്കണം, നല്ലൊരു ചുരിദാർ ഇടണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാഴ്ചകളാണ്, നിങ്ങൾ പോവുക. ആരും കൂടെ വേണ്ട, നിങ്ങൾക്ക് പോകാനുള്ള സ്ഥലങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം. ആരും തിരിച്ചു വെച്ചിട്ടില്ല. അത് അടിയറവ് പറയുന്നത് നിങ്ങളാണ്, നിങ്ങൾ തന്നെയാണ്. അത് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഒതുങ്ങി നമ്മൾ എന്താണ് ഒരു മുറിക്കുള്ളിലായി പോയിട്ടുണ്ട് പല സ്ത്രീകളും അല്ലെ. അങ്ങനെ ഒരിക്കലും ആവേണ്ട കാര്യമില്ല. നമുക്ക് വേണ്ട ഒരു ലോകം കിടക്കുന്നുണ്ട്, നമ്മൾ അതിനെ കാണാത്തതുകൊണ്ടാണ്, നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിലേക്ക് കുറച്ചുകൂടി നമ്മളെയൊക്കെ സ്നേഹിക്കാൻ തുടങ്ങുക കേട്ടോ. നമ്മളോട് സന്തുഷ്ടണ്ടാവണം. അപ്പൊ കുറെ കാര്യങ്ങൾ മാറും. ഒക്കെയാണ്. നമ്മള് വേറൊരു ടീച്ചർ ഇങ്ങനെയൊക്കെ പറഞ്ഞു, ടീച്ചർ പറഞ്ഞു ഞാനിപ്പോ എന്നെ മുടി മുറിക്കാൻ പോണെന്നൊന്നും വിചാരിച്ചിരിക്കില്ല കേട്ടോ. മാം ഒരു കാര്യം പറയാനാണ്. മറ്റേ സൈക്കോളജിയുടെ ആണ്. ആ ഒരു കോഴ്സ് 6 മാസത്തെയാണ്. അടുത്ത മാസം തൊട്ട് ക്ലാസ്സിന് കയറാനാണ്. NSRDC അഡ്വാൻസ് ഡിപ്ലോമ ഇൻ കൗൺസിലിംഗ് സൈക്കോളജി. കൗൺസിലിംഗ് അല്ലേ? ഓക്കെ. അത് മറ്റേ ഇതില്ലേ കാലിക്കറ്റിന്റെ ലൈഫ് അക്കാഡമി കാലിക്കറ്റ്, അത് ചേരുന്ന നല്ലതല്ലേ മാം? പിന്നെ ചെയ്തോളൂ. ഓക്കെ മാം. നമ്മുടെ ലൈഫിൽ ഏറ്റവും ബെറ്റർ സബ്ജക്റ്റ് ആണ് സൈക്കോളജി. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. പഠിച്ചാലും പഠിപ്പിക്കുന്നവർക്കും ഒരുപാട് മാറ്റം ഉണ്ടാവും. ഓക്കെ. അതാ എനിക്ക് ഇന്നലെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ എനിക്കൊരു എക്സാം ഉണ്ട്.
ആ CMയുടെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞു. അപ്പൊ അടുത്തത് ഇത് ജോയിൻ ചെയ്യാനായിരുന്നു. ഓക്കെ ഓക്കെ. എന്നാലും ക്ലാസ്സുകൾ കേറണം കേട്ടോ. ക്ലാസ്സസ് കേറണം. അല്ല, ഞാൻ കേറുന്നുണ്ട് മാം, എല്ലാം കേറുന്നു. ഇന്നലെ മാത്രമേ ഉള്ളൂ കേറാൻ പറ്റാൻ. എനിക്ക് എക്സാം ഉണ്ടായതുകൊണ്ട് ഇന്നലെ മാത്രമേ ഉള്ളൂ കേറാൻ പറ്റാൻ. ശരി, ഞാനിപ്പോ ഇവിടെ പറഞ്ഞപ്പോ ഒരു പോയിന്റ് പറയാണ്, ആരും വേറെ ഇതിലൊന്നും എടുക്കരുത് കേട്ടോ. നമ്മളിപ്പോ മഞ്ജു വാര്യർ ഉദാഹരണമാക്കി എടുത്താലോ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെയെങ്കിലും നിങ്ങളത് കേട്ടിട്ടുണ്ടെന്നോ? ഞാനൊരു സാറ് പറഞ്ഞു കേട്ടതാണ്. ഇപ്പൊ ദിലീപിന്റെ വൈഫായിരുന്ന സമയത്ത്, ദിലീപിന്റെ വൈഫാണ്, ആദ്യം ഒരു ആക്ടർ ആയിരുന്നു. ആക്ടർ ആയിരുന്ന സമയത്ത് ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. അതിനുശേഷം കല്യാണം കഴിഞ്ഞ ശേഷം മഞ്ജു വാര്യർ സിനിമയിലേക്ക് വന്നിരുന്നോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇല്ല മാം. ഇല്ല, ഉണ്ടായില്ല. ദെൻ അത് കഴിഞ്ഞ അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടായി അല്ലെ, ലൈഫിൽ ഒരു പ്രശ്നം സംഭവിച്ചു. ആ സംഭവിച്ചതിന് ശേഷം ആകെ മൊത്തത്തിൽ ആളെന്താണ്, ഫിസിക്കലി മെന്റലി ഒക്കെ തകർന്നു പോയ സിറ്റുവേഷൻ ആണ് അല്ലെ മഞ്ജു വാര്യരെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കപ്പിളായിരുന്നു എല്ലാവർക്കും അല്ലെ. ആ ഒരു സംഭവത്തിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ സംഭവം തുടങ്ങി ഇന്ന് വരെ മഞ്ജു വാര്യരുടെ ലൈഫിൽ നടന്നിരിക്കുന്ന ആ സർക്കിൾ നിങ്ങൾ നോക്കിയേ. അങ്ങനെ ആ ലൈഫാണ് തുടർന്നിരുന്നെങ്കിൽ, ഞാൻ ജസ്റ്റ് വേറെ ഒന്നിനായിട്ട് പറഞ്ഞില്ല കേട്ടോ, ആ ലൈഫാണ് തുടർന്നെങ്കിൽ ഇപ്പോഴും ദിലീപിന്റെ വൈഫായിട്ട് ചിലപ്പോ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്താനെ. പക്ഷെ അവർക്ക് ആ സിറ്റുവേഷൻ കഴിഞ്ഞാൽ അവർ അതിൽ നിന്ന് മറികടന്നപ്പോ എന്തൊക്കെ ലൈഫിൽ അച്ചീവ്മെന്റ് അവർക്ക് സംഭവിച്ചു അല്ലെ? എന്തൊക്കെ സംഭവിച്ചു? ഫിസിക്കലി മാറി അല്ലെ, ഫിസിക്കലി മെന്റലി മാറി. ഒരുപാട് സിനിമകൾ അവതരിപ്പിക്കാൻ പറ്റി, ഒരുപാട് പ്രോഗ്രാംസ്, ഇപ്പൊ ഡാൻസ് ആണെങ്കിലും ഒരുപാട് പ്രോഗ്രാംസുകള്, ദെൻ ഫാഷൻ വേൾഡിലാണെങ്കിലും എന്താണ് പല മോഡൽസിൽ കണ്ടിട്ടില്ല നമ്മൾ മഞ്ജു വാര്യർ. ഓക്കെ, യെസ്. അതൊക്കെ എന്താണ് അവരുടെ ലൈഫിൽ അങ്ങനെ അല്ലെങ്കിൽ പോലും ഒരു വശത്ത് മോശമായെന്ന് വിചാരിച്ച ഒരു വശത്ത് എന്താണ് രക്ഷപ്പെടുകയാണ് ചെയ്തത് അല്ലെ. ഒരുപാട് മാറ്റങ്ങൾ അവർക്ക് കൊണ്ടുവന്നു. യെസ്, ഡ്രൈവിംഗ് ചെയ്തോ, അതൊക്കെ ഡ്രൈവിംഗ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണോ, നിങ്ങൾ പഠിക്കുക കേട്ടോ. അതൊക്കെ ഇനി എപ്പോ ചെയ്യാനാണ്? നമുക്കത് ഇപ്പൊ തീരും ജീവിതം അല്ലെ. കണ്ണടച്ച് തുറക്കുന്നത് നാളെ നമ്മൾ ഉണ്ടാവും നമുക്കറിയില്ല അല്ലെ. കണ്ണടച്ച് തുറക്കുന്നത് നമുക്ക് തീരാൻ പോകുന്ന ജീവിതമാണ്. ഏകദേശം ഓൾമോസ്റ്റ് നമ്മള് പകുതിയായി അല്ലെ, ഈ കുറച്ചേ ഉള്ളൂ. അത് ഹാപ്പി ആയിട്ട് പോകണമെങ്കിൽ എന്താണ്, ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക, കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കുക, നന്നായിട്ട് വർക്ക് ചെയ്യുക, കഷ്ടപ്പെടാൻ തയ്യാറാവുക, കഷ്ടപ്പെടുന്നതിൽ ഹാപ്പിനെസ് കണ്ടെത്തുക, ദെൻ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. കുട്ടികൾ, ഇപ്പൊ നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു അധ്യാപിക ആകാമെന്നാണ് അല്ലെ, മോണ്ടിസോറി അധ്യാപിക ആകാമെന്നാണ്. അപ്പൊ ആ ഒരു ഫീൽഡിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഏറ്റവും നമ്മുടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു ഡിവൈൻ പ്രൊഫഷൻ ആണ് അധ്യാപകൻ എന്ന് പറയുന്ന ഒരു ഡിവൈൻ പ്രൊഫഷൻ ആണ്. ഈ പ്രൊഫഷനിൽ നിന്നാണ് എല്ലാ പ്രൊഫഷൻസും ഉണ്ടാവുന്നത് അല്ലെ. യെസ്. അപ്പോ അതിൽ കുറച്ചു പേരെ അങ്ങനെ ദൈവം സെലക്ട് ചെയ്തതിൽ നമ്മൾ അതിൽ പെട്ടതിൽ നമ്മൾ അതിൽ അഭിമാനിക്കുക, അല്ലെങ്കിൽ നമ്മളത് ദൈവത്തിനോട് അതും കടപ്പെട്ടിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോ അവരവരുടെ സ്വപ്നങ്ങളെ പിന്തുടരുക. പിന്നെ നമുക്ക് നല്ലൊരു ഭാവി ഇനിയും ദിവസങ്ങളുണ്ട്, ഇന്നുണ്ട്, നാളെ ഉണ്ട്, മറ്റന്നാളുണ്ട് എന്ന രീതി നമ്മൾ അങ്ങ് ജീവിക്കുക കേട്ടോ. ഹാപ്പി ആയിട്ടിരിക്കാം. യെസ്. ഇതിനെന്ത് വേണം? ഇമോഷൻസിനെ നമുക്ക് സ്റ്റേബിൾ ആക്കി കൊണ്ടുപോകാനായിട്ട്, നിയന്ത്രിക്കാനായിട്ട് നമുക്കൊരു കപ്പാസിറ്റി ഉണ്ടാവണം. അതായത് സന്ദർഭങ്ങൾ വരുമ്പോൾ, സിറ്റുവേഷൻസ് വരുമ്പോൾ തകരാതെ അത് പിടിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഓക്കെ, നിങ്ങൾ നോക്കൂ, എന്റെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ കടന്നുപോയല്ല. പക്ഷെ ഒരു സിറ്റുവേഷൻസ് കഴിഞ്ഞപ്പോ അതൊക്കെ മാറിയിടും, അതൊക്കെ മാറി. അതായത് നിസ്സാര വർഷങ്ങളൊന്നും കേട്ടോ, ഒരുപാട് വർഷങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഇപ്പൊ എനിക്ക് ഈ ഒരു ഹാപ്പിനെസ് കിട്ടിയത്. അതായത് പിന്നീട് മനസ്സിലായി അങ്ങനെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോ അതിൽ നിന്ന് നമുക്ക് എന്താണ്, അങ്ങനെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ പല കാര്യങ്ങൾ അച്ചീവ് ചെയ്യും. അപ്പൊ നമ്മുടെ ലൈഫ് സക്സസ് ആവും. ഇനി സക്സസ് ആവില്ല എന്ന് ആരും വിചാരിക്കുന്നുണ്ടോ? ലൈഫ് ഒരിക്കലും സക്സസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്ന് മൈൻഡപ്പ് ചെയ്യാം. ബോറടിച്ചോ അതെ, PG ഡിപ്ലോമ മോണ്ടിസോറിയുടെ എന്താണ് വ്യത്യാസം? PG മോണ്ടിസോറി ഡിപ്ലോമ എന്താണെന്നോ? അല്ല, PGയുടെയും ഡിപ്ലോമ നമ്മൾ ഇതിൽ 2 ഓപ്ഷൻ ഇല്ലേ, PG ഡിപ്ലോമയും. എന്താ വ്യത്യാസം? എന്താണ് വ്യത്യാസം? PG നമ്മുടെ BA എന്ന് പറയുന്നത് എന്താണ്? ബാച്ചുലർ ആണ് അല്ലെ. നമ്മുടെ ഡിപ്ലോമ എന്ന് പറയുന്നത് നമ്മൾ എന്താണ്, അതിലെ ബേസിക് കാര്യങ്ങൾ മാത്രമാണ് പഠിക്കുന്നത്. PG എന്ന് പറയുന്നത് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ്. നമ്മൾ പഠിച്ച കുറച്ചുകൂടി തിയറീസ് ഒക്കെ കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പഠിക്കുകയാണ്. ഓക്കെ, കുറച്ചും കൂടി ഹൈ ലെവലാണ് PG. നമ്മളിവിടെ ഡിപ്ലോമ പഠിക്കുന്ന പോലെയല്ല അവിടെ തിയറീസ് വരുന്നത്. ഓക്കെ, അത് നിങ്ങളായിട്ട് പഠിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ തന്നെ ക്ലാസ് എടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട്. PGയുടെ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹമുണ്ട്, ചോദിച്ചാണ്. ശരി, ഓക്കെ, താങ്ക് യു.
നമ്മളെ ഫാമിലി വരെയാണ് എടുത്തേട്ടോ, ഒന്ന് നോട്ട് ചെയ്തേക്കണേ. ഫാമിലി വരെയാണ് എടുത്തിരിക്കുന്നത്, നോട്ട് ചെയ്യാം. മാം ഒരു കാര്യം മറ്റേ പി ജിയുടെ ടെസ്റ്റ് വന്നപ്പം എന്താ പി ജിയുടെയും കൂടെ നമ്മളെ ചെയ്യുന്നുണ്ടല്ലോ ഇപ്പം. അന്നേരം പി ജിയുടെ ടെസ്റ്റ് വന്നു, അന്നേരം അത് എപ്പോഴാ തുടങ്ങുന്നത്? പി ജിയുടെ ആ ഒരു ജോയിൻ ചെയ്യുമ്പോൾ മാത്രം അത് അപ്ലൈ ചെയ്യാൻ അപ്പൊ കിട്ടും കേട്ടോ. അല്ല, ജോയിൻ ചെയ്തായിരുന്നു നമ്മൾ ആദ്യം തന്നെ ഇതായിരുന്നു. ചെയ്തായിരുന്നു, അപ്പൊ കിട്ടും കേട്ടോ. ലൈറ്റ് ആവാതെ തന്നെ കിട്ടും. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Have a nice day. എല്ലാവർക്കും അത്തം ദിനാശംസകൾ അല്ലേ? Thank you. ശരി. താങ്ക് യു മാം.